ഗുഡ് മോർണിംഗ്. ഇതിപ്പോ അങ്ങനെ ഇത് ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പറ്റില്ല. സോറി ഗൈസ്, വെൽക്കം ടു പോഡ്ഷാസ്. നല്ല പേരല്ലേ? എൻ്റെ മനസ്സിൽ ഒറ്റയടിക്ക് വന്നതാണ്. വലിയ നല്ലതല്ലെങ്കിലും ഇതൊക്കെ മതിയാണേ. ഞാൻ ഗുണമാണെന്ന് പറയണൊക്കെ അല്ലേ, ഇതിന് ധാരാളം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും പോഡ്ഷാസിലോട്ട് സ്വാഗതം. ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ് ഒന്നും പറയുന്നത്, ബിക്കോസ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന സാധനം മിക്ക ആൾക്കാരും രാത്രി പകല് അങ്ങനെയൊന്നും സമയമില്ലാതെ കേൾക്കുന്നത്. ചിലവർ വണ്ടി പോകുമ്പോൾ കേൾക്കും, ചിലവർ കക്കൂസി പോകുമ്പോൾ കേൾക്കും, ചിലവർ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കും, ചിലവർ ഉറങ്ങാൻ വേണ്ടി കേൾക്കും. അങ്ങനെയൊക്കെ ചിലവരുണ്ട് കേട്ടോ. ഞാനും കേൾക്കാറുണ്ട്. ഞാനും പോഡ്കാസ്റ്റ് കേട്ടാണ് ഉറങ്ങണത്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യം, മെയിനായിട്ടുള്ള കാര്യം നിങ്ങൾ ടൈറ്റിലിൽ കണ്ട പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI. ഇതിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നമ്മൾ വളരെ ഏയ് എന്ന് പറഞ്ഞ് തള്ളാൻ പോകുന്നൊരു സാധനമാണത്. ഇന്നിപ്പം നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ മറ്റേ ഫോണിൽ AI ഉണ്ട് കേട്ടോ, ഈ ഫോൺ വെച്ചിട്ട് ഈ AI വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം, നമുക്ക് ഈ ലാപ്ടോപ്പിൽ ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ സാധനം വരും. അപ്പോൾ നമുക്ക് ലാപ്ടോപ്പിൻ്റെ ഇത് വെച്ച് തുടങ്ങുകയാണെങ്കിൽ ഇനി തൊട്ട് എല്ലാ ലാപ്ടോപ്പുകളിലും NPU, ന്യൂറൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, CPU, NPU, നമുക്ക് GPU, അത് ഇപ്പോൾ ഉള്ളതിൽ GPU CPU മാത്രമേ ഉള്ളൂ. ഇനി അങ്ങോട്ടുള്ളതിൽ അല്ലെങ്കിൽ ഈ വർഷം തൊട്ട് NPU കൂടെ വരും. അതായത് നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ NPU ആ വർക്ക് ലോഡ് മൊത്തം ഇങ്ങനെ എടുക്കും. കൈ വെച്ചിട്ട് പറയും, ഞാൻ നോക്കിക്കോളാം, CPU GPU നിങ്ങളെ പാട് നോക്കിക്കോ, ഇത് എനിക്ക് വിട്ടേരെ മക്കളെ എന്ന് പറഞ്ഞിട്ട് അടിക്കാനായിട്ട് അങ്ങ് ഇറങ്ങും, മുണ്ടം മടക്കി വെച്ചിട്ട്. നീ ഒരു AI സാധനമാണല്ലേടാ, നിന്നെ ഞാൻ നോക്കിക്കോളാടാ എന്ന് പറഞ്ഞിട്ട് NPU പരിപാടി തുടങ്ങും. അപ്പോൾ ഇനി തൊട്ട് എല്ലാ ലാപ്ടോപ്പിലും എല്ലാത്തിലും പ്രോസസ്സിങ്ങിലും എല്ലാ പ്രോസസ്സറിൻ്റെ അകത്തും ഒരു ചെറിയൊരു NPU പരിപാടി വരും. സോ ദാറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വെച്ചിട്ടുള്ള സാധനങ്ങൾ, അതായത് എന്തോ ആവാം, അത് ChatGPT മാത്രമൊന്നുമല്ല കേട്ടോ. നമുക്കൊരു വലിയ തെറ്റിദ്ധാരണ ഉണ്ട്, ChatGPT ഈസ് ഈക്വൽ ടു AI എന്ന്. അല്ല, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സാധനം വേണമെങ്കിൽ നമുക്ക് ബിഫോർ AI വി കുഡ് സേ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന സാധനമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ AI. അതായത് നമ്മളൊരു ഫോൺ എടുക്കുന്ന സമയത്ത്, അതായത് ഫോൺ മേടിക്കുന്ന സമയത്ത് നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നതനുസരിച്ച് ഈ സാധനം നമ്മുടെ പഠിക്കും. അതായത് ഇവ ഇങ്ങനെയാണ്, ഇവ ഇന്ന രാവിലെ എണീക്കും, ഇവ ഇപ്പോഴൊക്കെയാണ് ചാർജ് കുത്തണത്, ഇവൻ ഇങ്ങനെയാണ്, ഇവ ഈ സൈറ്റിലൊക്കെയാണ് കയറുന്നത്, ഇവ ഈ ആപ്പിലൊക്കെയാണ് കയറുന്നത്, ഇവ ഇടയ്ക്ക് ഗെയിം കളിക്കും, ഇവൻ ഗെയിമിംഗ് ആണെങ്കിൽ തന്നെ ഇങ്ങനെയായിരിക്കും എന്ന് കാൽക്കുലേറ്റ് ചെയ്ത്, അതായത് യൂസ് ചെയ്തിട്ട് അവിടെ ഒരു ഹ്യൂമൻ ഇൻ്റലിജൻസ് ഒന്നുമില്ല കേട്ടോ. അതായത് ഇന്നിവൻ ചാർജ് ഇന്ന് ചെയ്തില്ലല്ലേ എന്നാൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാം, അങ്ങനെയൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലും ഇറഗുലർ ആയിട്ട് നമ്മൾ ഈ സാധനത്തിൽ ഇപ്പം രാത്രിയാണ് ചാർജ് ചെയ്യുന്നിട്ട് പെട്ടെന്ന് ഒരു കുറച്ച് നാളത്തേക്ക് രാവിലെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൺഫ്യൂസ്ഡ് ആവും. ഏത് മെഷീൻ ലേണിംഗ് പരിപാടിയിൽ ഇവൻ രാത്രിയല്ലേ ചെയ്യുന്നുണ്ട്, ഇവനെന്ത് രാവിലെ? അപ്പോൾ ഈ സാധനം എന്ത് ചെയ്യും, രാവിലെ ചാർജ് ചെയ്യുന്നവനായിട്ട് കാണുമ്പോൾ ഇവൻ പിന്നെ ഒരു ദിവസം രാത്രി ചാർജ് ചെയ്ത് തുടങ്ങും. അപ്പോൾ പിന്നെയും കൺഫ്യൂസ്ഡ് ആവും. അപ്പം മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞ സാധനം അങ്ങനെയാണ്, മനസ്സിലായില്ലേ? അതൊരു നമുക്കങ്ങനെ ഒരു 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 ഇൻ്റലിജൻസ് ഇല്ല. നമ്മൾ കൊടുക്കുന്ന സാധനം അതിനനുസരിച്ച്, ഇപ്പൊ അൽഗോരിതം എന്നൊക്കെ പറയുന്ന ഒരു മെഷീൻ ലേണിംഗ് ആയിട്ടൊക്കെ നമുക്ക് നോക്കാം. പക്ഷെ ഇപ്പൊ അവർ അൽഗോരിതത്തിനെ AI പ്രോസസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അതായത് മോർ ഡേറ്റാസ് ആണ് AIക്ക് വേണ്ടത്. ഇഷ്ടംപോലെ എത്രത്തോളം ഡേറ്റ കൊടുക്കുന്നോ അത്രയും AI സൂപ്പർ ആവും. ഓക്കെ, എന്നാ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന സാധനം സ്ട്രിക്ട്ലി ഡേറ്റാ ബേസ്ഡ് ആണ്. അവിടെ ഹ്യൂമൻ ഇതൊന്നുമല്ല, അത് എന്ത് കൊടുക്കുന്നു അതിനനുസരിച്ച് അത് ശരിയാണ് എന്ന് പറഞ്ഞ് തരും. അതാണ് സംഭവം. പക്ഷേ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് ഞാൻ പറഞ്ഞു വന്നത് ChatGPT മാത്രമല്ല, ഇപ്പൊ ഒരുപാട് ഡിവൈസസ് AI എനേബിൾഡ് ആയിട്ട് ഇറങ്ങുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ മറ്റേ റാബിറ്റ്, എന്തൊരു R1 എന്നൊക്കെ പറഞ്ഞൊരു സാധനമൊക്കെ ഉണ്ടല്ലോ, അത്. പിന്നെ ഇപ്പൊ ഒരുപാടുണ്ട്. പിന്നെ ഫോണിൽ തന്നെ 100,000 AI ഫീച്ചേഴ്സ് ഉണ്ട്. ഒരു സാധനത്തിൽ സർക്കിൾ ചെയ്തിട്ട് ഇതെന്തിനിടെ എൻജോയ് കഴിഞ്ഞാൽ അത് പറഞ്ഞു. ഇതെന്റെ കണ്ണാടി, ഇതിൻ്റെ അകത്ത് മെറ്റ AI ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഈ മെറ്റ AIൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാം, എന്തിനാണ് ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കണമെന്ന് ചോദിക്കുമ്പം ഇതിൻ്റെ അകത്തൊരു ക്യാമറ ഉണ്ട്, ഈ റെയ്ബാൻ ഗ്ലാസ്സിൽ. ആ ക്യാമറ വെച്ച് ഒരു ഫോട്ടോ എടുക്കും, എന്നിട്ട് അത് അനലൈസ് ചെയ്യും. ഇവ എന്തിനാണ് ചോദിച്ചതെന്ന്, ഞാൻ എന്താണ് ചോദിച്ചതെന്ന് അത് അനലൈസ് ചെയ്തിട്ട് ഇത് ഇന്ന സാധനമാണ്. ഇതിപ്പോൾ ഒരു മോണിമെന്റ് ആവാം, അതൊരു
എന്തും നമുക്ക് ചോദിക്കാം. ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും ഈ കണ്ണാടി വെച്ചിട്ട്. നമുക്കിങ്ങനെ ഒരു സാധനത്തിൽ ഒരു ബോർഡിൽ നോക്കിയിട്ട് എന്താണ് ഇതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരും. ഇത് ഇന്ന ലാംഗ്വേജ് ആണ്, ഇതിന്റെ അർത്ഥം ഇതാണെന്നൊക്കെ. അപ്പൊ ഇതൊരു മെറ്റ AI അല്ലെങ്കിൽ റെയ്ബാൻഡ് ഈ ക്ലാസ് മെറ്റ AI-യിലാണ്. മെറ്റ AI പിന്നെ നമ്മുടെ വാട്സാപ്പിൽ വന്നിട്ടുണ്ട്. നമുക്ക് എന്തൊരു ചിലത്തരവും ചോദിക്കാം. ഇതെന്തിരടൈ, അതെന്തരടൈ, എങ്ങനെ ആളാരടൈ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വരും. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ. ഈ പണ്ട് ഞാൻ കൊച്ചില് നമ്മളെയൊക്കെ സ്കൂൾ ടൈമിൽ ഗൂഗിൾ ആയിരുന്നു നമ്മുടെ എല്ലാം. നമ്മൾ ഗൂഗിളിൽ പോവും, എന്തെങ്കിലും ടീച്ചർ മറ്റേ അസൈൻമെന്റ് ഒക്കെ തരുമ്പോൾ നമ്മൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്യും, ഗിവ് മീ ഡീറ്റെയിൽസ്. ഇപ്പൊ വിക്കിപീഡിയ ഗൂഗിൾ അല്ലേ സത്യം പറഞ്ഞാൽ വിക്കിപീഡിയയാണ് ഒരു കൊച്ചിലേക്ക് നമ്മുടെയൊക്കെ ഒരു 90s കാലഘട്ടത്തിലുള്ള പിള്ളേർക്കൊക്കെ വിക്കി അണ്ണ വേറെ ലെവലായിരുന്നു, തഗ്ഗായിരുന്നു. വിക്കി അണ്ണ ഇല്ലെങ്കിൽ നമ്മൾ തീർന്നു. പക്ഷെ സ്കൂൾ ടൈമിൽ അസൈൻമെന്റിലൊക്കെ അത് മതി കേട്ടോ. ഒരാൾ സാധനം തന്നെ 10 പേര് എഴുതിയാലും ടീച്ചർ സൈൻ കൊടുത്തിട്ട് അവാർഡെന്ന് പറയും. എനിക്ക് തോന്നുന്നു ഒരു സ്റ്റേറ്റ് സിലബസിലൊക്കെ ആയതുകൊണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ ഇവിടെ വരുമ്പം നമ്മുടെ CBSE ICSE-ലൊക്കെ എനിക്കറിയാം, ബ്രിട്ടീഷ് കരിക്കുലത്തിലൊക്കെ ആ ഒരു സിലബസ് മാറുന്നതനുസരിച്ച് ടീച്ചർമാർ പോകുമായിരിക്കും. എന്നിട്ട് വാട്ട് ഈസ് ദിസ്, he and രമേശ് ആൻഡ് സുരേഷ് ഹാസ് സെയിം അസൈൻമെന്റ് എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. നമ്മളവിടെ അങ്ങനെ ചോദിക്കാറില്ല. അസൈൻമെന്റ് വെച്ചോ എന്ന് മാത്രമേ അവരെയൊക്കെ നോക്കാറുള്ളൂ. അപ്പൊ അതൊരു രസമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഞാൻ അതാണ് പറഞ്ഞത്, നമ്മൾ ഗൂഗിളിൽ കയറും, ടൈപ്പ് ചെയ്യും, അത് മൊത്തത്തിൽ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് യെസ് എന്ന് പറഞ്ഞ് നിൽക്കും. ഈ അക്കിടി പറ്റണം എവിടെയെന്നറിയോ? അവിടെ കോളേജിൽ ഒരു പരിധി വരെ ഇത് അങ്ങനെയാണ്. അവിടെ പ്രശ്നമൊന്നുമില്ല. നമ്മളിപ്പോൾ കോളേജിൽ പോയാലും അസൈൻമെന്റ് വെച്ചാൽ മതി എന്തെങ്കിലും രീതിയിൽ, മനസ്സിലായില്ലേ? എനിക്ക് പിന്നെ കോളേജിൽ പണി കിട്ടിയത് മറ്റോടെയുണ്ട്. നമ്മൾ ഈ ഫീൽഡ് വർക്ക് പോലെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. പണ്ട് കോളേജിൽ പഠിക്കുന്ന എല്ലാ സാധനത്തിനും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട്. എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർക്കും ഉണ്ട്, BBA പഠിക്കുന്നവർക്കും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട് പ്രോജക്റ്റ്. അവിടെ പോയ ആൾക്കാരെ ക്വസ്റ്റ്യനെയറൊക്കെ എടുത്ത് അനലൈസ് ചെയ്ത് അവിടെ നമ്മൾ പതറുവിടെ. നമുക്ക് അറിഞ്ഞുകൂടാ അതെങ്ങനെ ചെയ്യണമെന്ന്. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ എങ്ങനെയൊക്കെയോ കംപ്ലീറ്റ് ചെയ്തൊരു സാധനമാണ് ഈ പ്രോജക്റ്റ് എന്ന് പറഞ്ഞത്. ഞാൻ എടുത്തത് ഈ വണ്ടികളുടെ എന്തോന്നോ ഒരു സാധനമായിരുന്നു. എനിക്ക് ഓർമ്മയില്ലടേ കറക്റ്റ്. എന്തോ ഒരു കസ്റ്റമർ സർവീസിന്റെയോ എന്തൊക്കെയോ സാധനം. ഹോണ്ടയുടെ അവിടെ പോയിട്ട് ഹോണ്ട ആയിട്ടാണ് പെനിൻസുലർ നമ്മുടെ കൊച്ചിയിൽ ഏതോ ഒരു ഹോണ്ട ഷോറൂമിൽ പോയിട്ട് അവിടുത്തെ ആൾക്കാരെ ഒന്ന് ക്വസ്റ്റ്യനെയർ ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് പിന്നെ കുറെ ക്വസ്റ്റ്യനെയർ ഞാൻ തന്നെ ടിക്ക് ചെയ്തത്. അയ്യോ ചെറ്റത്തരം, അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. സത്യം പറഞ്ഞ ഒരു പ്രോജക്റ്റ് ഒക്കെ കിട്ടുമ്പം അതിൻ്റെതായ വൃത്തിക്ക് ചെയ്യാൻ പഠിക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല ഒരു സാധനം ചെയ്യുന്നതിൻ്റെ. അയ്യോ ഞാനൊക്കെ സത്യമായിട്ട് ഞാൻ അത് ഇന്ന് ആലോചിക്കണം. പിന്നെ എനിക്ക് കിട്ടിയൊരു പണിയുണ്ട്. ഞാൻ പുറത്താണ്, അതായത് ഇവിടെ ദുബായിലാണ് ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്തത്, പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഇന്റർനാഷണൽ ബിസിനസ്. ഇവിടെ മറ്റേ പരിപാടി നടക്കൂല. മറ്റേ ഗൂഗിളിൽ നിന്ന് കോപ്പി അടിച്ച് വെക്കണ പരിപാടി നടക്കൂല. ഇവിടെ പ്ലേജറിസം എന്ന് പറഞ്ഞൊരു സാധനം, ആ വാർഡ് എനിക്ക് ആദ്യമായിട്ട് കിട്ടണത് ഞാൻ ഇവിടെ വന്നിട്ട് പ്രോജക്റ്റ് അസൈൻമെന്റ് അതൊക്കെ ചെയ്യാനേ ഉള്ളല്ലോ. ഗൂഗിളില്ലേ, അവിടെ നിന്ന് കോപ്പി അടിച്ച് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം പോക്കും. അതായത് ഈ സാധനം ഡിജിറ്റലായിട്ട് നമ്മൾ ചെയ്യാവൂ. എന്നിട്ട് ഡിജിറ്റലാണ് സബ്മിഷൻ. മറ്റേ പേപ്പറിൽ ചെയ്യണ പരിപാടി ഇവിടെ നടക്കൂല. അപ്പൊ നമ്മൾ എന്ത് ഡിജിറ്റലി ഈ ഒരു സാധനത്തിലോട്ട് ഇവരെ കോളേജിന്റെ ഒരു സാധനമുണ്ട്, അതിലോട്ട് അടിച്ചു കയറ്റും. അപ്പം ഈ സാധനം പറയും, ഇത് നീ ഗൂഗിളിൽ നിന്ന് അടിച്ച് മാറ്റിയതാണ് എന്ന് പറഞ്ഞിട്ട് തേച്ച് കൈ തരും. ഈ സാധനം ഇത് നമ്മൾ പെടും. അപ്പൊ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ സാധനം ഗൂഗിളിൽ നിന്ന് അതുപോലെ എടുത്തിട്ട് നമ്മുടേതായ രീതിയിൽ അതിനെ മാറ്റണം. മറ്റെന്തോന്ന് തന്നെ പറയണ ഒരു വേർഡുണ്ട്, ഞാൻ മറന്നുപോയി. ആ സാധനം ചെയ്യണം. അതായത് നമ്മൾ നമ്മുടെ ഇതിൽ മാറ്റി എഴുതണം അതിനെ. എന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഈ എവിടെ നിന്നാണ് അത് എടുത്തത് എന്നൊക്കെ ഉള്ളത് നമ്മൾ അവസാനത്തെ ഒരു സാധനത്തിൽ പേജിൽ എന്തോന്നോ ഒരു ഗ്രഫി എന്തോ ഒരു സാധനം ഉണ്ട്, അതിൽ നമ്മൾ എഴുതി വെക്കണം. നമ്മൾ ഇവിടെ നിന്നാണ് ഈ കോട്ട് എടുത്തത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന സാധനത്തിൽ നിന്നാണ് നമ്മൾ ഇത് എടുത്തത് എന്ന് നമ്മൾ എഴുതിയിട്ടൊക്കെ വെച്ച് കഴിഞ്ഞിട്ടൊക്കെ സബ്മിറ്റ് ചെയ്ത് അത് അപ്രൂവ് ചെയ്ത്. എൻ്റെ പൊന്നണ്ണാ, ഞാൻ പറഞ്ഞേ നമ്മുടെ പിള്ളേർക്കൊക്കെ സത്യം പറഞ്ഞാൽ നാട്ടിലും സ്കൂളിൽ വെച്ച് തന്നെ ഈ സാധനം വരണം, ഈ പ്ലേജറിസം പരിപാടി വരണം. ബിക്കോസ് എനിക്ക് ഇപ്പോഴത്തെ കേസ് എനിക്ക് അറിഞ്ഞൂടാ. പണ്ടൊന്നും നമുക്കില്ലായിരുന്നു. നമുക്ക് ചുമ്മാ ടീച്ചർ ടിക്ക് ഇട്ടിട്ട് വെരി ഗുഡ് എന്ന് അടിച്ച് തരും, ബി എന്ന് പറഞ്ഞിട്ട് ഗ്രേഡ് ഇട്ട് തരും. സത്യം പറഞ്ഞാൽ പ്ലേജറിസം ഒക്കെ ഫ്രം ദ സ്കൂൾ ഇറ്റ്സെൽഫ് നമുക്ക് തുടങ്ങണം. ഇല്ലെങ്കിൽ പിള്ളേർ ഷോക്കാവും. ഞാനൊക്കെ വരണ്ടു പോയി.
ഇങ്ങനെയൊക്കെ സാധനം ഉണ്ടാ പ്ലേജറിസോ ഇതൊക്കെ എന്തോ വന്നടേ എന്ന് പറഞ്ഞിട്ട് എന്റെ കിളി പറന്നു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ ChatGPT വന്നപ്പം കുറച്ച് പിള്ളേർക്കൊക്കെ സമാധാനമായി. ഇതിലോട്ട് അടിച്ച് കയറ്റിയിട്ട് ജനറേറ്റ് എന്തിന് ഐ വോണ്ട് ടു ഡു എ പ്രോജക്ട് ബേസ്ഡ് ഓൺ ദിസ് സബ്ജക്ട് ഗിവ് മീ എവരി ഡീറ്റെയിൽസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ChatGPT തരും. പക്ഷെ വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ChatGPT അവന് കൊടുക്കണത് തന്നെയാണ് വേറൊരുത്തനും കൊടുക്കുന്നത്. സംഭവം മാറ്റി എഴുതലൊന്നുമില്ല. ഇത് ആദ്യമൊക്കെ പറ്റിക്കാൻ പറ്റി. പ്ലാജറിസം ആ സാധനം ഉണ്ടല്ലോ, ടൂളിന് മനസ്സിലായില്ല, ഇത് സ്വന്തമായിട്ട് എഴുതിയാണെന്ന്. പിന്നെ മനസ്സിലായി ഇത് ആ സാധനം AI ജനറേറ്റഡ് ആണെന്ന് മനസ്സിലായപ്പം ഈ സോഫ്റ്റ്വെയർ അതിന് വേണ്ടി ട്വീക്ക് ചെയ്ത് അവന്മാര് തേച്ച് കൈ കൊടുത്തണേ. കോമഡി. അപ്പോൾ അതാണ് പറഞ്ഞു പറഞ്ഞത്, നമ്മൾ ഇത് മാറുന്നതനുസരിച്ച് നമ്മുടെ അത് മാറും. അതുകൊണ്ട് ഒരു ChatGPT വന്ന് സ്കൂളിലൊക്കെ ഏതെങ്കിലും സിമ്പിൾ ആയെന്നൊന്നും പറയാൻ പറ്റൂല. അതിനനുസരിച്ച് മറ്റേ സോഫ്റ്റ്വെയർ അവർ ട്വീക്ക് ചെയ്തിട്ടുണ്ട്. ഇമാര് നമ്മളെടുത്ത് കളിക്കാൻ വന്ന് ഇതിന്റെ അപ്പുറം നമ്മൾ കളിക്കും. ചില രാജ്യങ്ങളിൽ ഈ സാധനമൊക്കെ ബാൻഡാണ്. ഈ ChatGPT പോലത്തെ സാധനങ്ങൾ ബാൻഡാണ്. അവർക്ക് പിള്ളേർ അത് യൂസ് ചെയ്യുന്നത് വലിയ താല്പര്യമില്ല. സ്വന്തമായിട്ട് ഞാൻ പറയും, ഒരു പ്രോജക്റ്റ് ഒക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കണം. കാരണം അല്ലെങ്കിൽ നമ്മൾ ഈ പണി വരുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലോട്ടൊക്കെ പോകുമ്പം ഒന്നും ചെയ്യാൻ പറ്റൂല. നമുക്ക് ഈ കോപ്പി അടിച്ച് നടക്കൂല. കോപ്പി അടി ഒരു പരിധി വരെയൊക്കെ പോകും, കുഴപ്പമില്ല. നമ്മുടെ കോളേജിൽ വരെയൊക്കെ ഇപ്പോഴും കോളേജ് ലെവലിൽ അതൊക്കെ തന്നെയാണെന്നാണ് തോന്നുന്നത്. എങ്ങനെയെങ്കിലും സബ്മിറ്റ് ചെയ്തിട്ട് പോവാടെ എന്നൊക്കെ പറയും. പക്ഷേ ഇതിന്റെ പണി വരണോ ഇപ്പോഴാണ്. നമ്മളൊന്ന് ഇങ്ങോട്ട് സീരിയസ് ആയിട്ടൊക്കെ കയറുമ്പോഴാണ് അയ്യോ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ എന്ന് പറഞ്ഞ് അത് വേർത്തിരിക്കും. അതുകൊണ്ട് എല്ലാവരും പറയാനുള്ള അതാണ്, ഗൂഗിളാണ് ദൈവം, ChatGPT ആണ് ദൈവം എന്ന് പറഞ്ഞിരിക്കാതെ ഇതൊക്കെ പഠിക്കുക കേട്ടോ. ഈ മാറ്റി എഴുതാനൊക്കെ പഠിക്കുക. എന്തോന്നെ പറയുമല്ലോ ഈശോ, ഞാൻ നല്ലൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ, നല്ലൊരു വേർഡാണ്, ഇന്ന് തലേ വരണില്ല, ചില സമയത്തൊന്നും വരില്ല. അപ്പൊ അതാണ്. അപ്പൊ AI എന്ന് പറയുന്ന സാധനം ഇനി അങ്ങോട്ട് നമുക്ക് നമ്മുടെ കൂടെ തന്നെ കാണും അവിടെ. ഇപ്പൊ AI വെച്ചിട്ട് ഇനി പട്ടിപ്പൊക്കെ വരുമായിരിക്കും. ഇനി കമ്പ്യൂട്ടർ നമ്മളെ പറ്റിക്കും. റോബോട്ടൊക്കെ വന്നിട്ട് ഞാൻ നിന്നെ ചതിക്കാൻ വന്നതാണെടാ എന്നൊക്കെ പറയും. ആ റോബോട്ടിന്റെ ഒക്കെ അടുത്ത് ചതിക്കാൻ പോയിട്ട് കേസ് കൊടുക്കണൊക്കെ ഇനിയൊക്കെ അതൊക്കെ വളരെ സർവ്വസ്വാഭാവികമായിരിക്കും. എന്തിനാണെങ്കിലും ഇനിയുള്ള ലോകം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയാണ് ഗൈസ്. നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇപ്പം കുറെ പേരെ പണി പോകും എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞ ഒരു പരിധി വരെ അത് സത്യമാണ്. ഇപ്പോൾ എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അപ്പൊ ഞാൻ ഇപ്പൊ എന്റെ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാനാണ് ഈ എന്റെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിന് അഡോബി തന്നെ പല AI ടൂൾസ് ഉണ്ട്. നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള നമ്മുടെ മറ്റേ റീടേക്കുകൾ അതൊക്കെ തന്നെ അത് റെക്കഗ്നൈസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് തരും, വിത്ത് മ്യൂസിക്, ട്രാൻസിഷൻ എല്ലാം. ഒന്നും പറയണ്ട, ചുമ്മാ അടിച്ചു കൊടുത്താൽ മതി. ഇപ്പൊ ഫോട്ടോഷോപ്പിൽ തന്നെ നമ്മളിപ്പം ഒരു സീന് ഇരിക്കുന്നത്, അതിലിപ്പോൾ നമുക്കൊരു പൂച്ചട്ടി വേണം, നമുക്കൊരു പൂച്ച വേണം, എന്ത് വേണമെങ്കിലും ഇപ്പം ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം വന്നിട്ടുണ്ട് ഫോട്ടോഷോപ്പിൽ. എഗെയിൻ AI പ്രോസസ് ഇതാണ്. പിന്നെ മറ്റേ സാധനം സൊറ, ഓപ്പൺ ഐയിലാണ് ChatGPT, സൊറ, പിന്നെ മറ്റേ ഒരു വേറെ ചില പേരുള്ളൊരു സാധനമുണ്ട് ഫോട്ടോ ഉണ്ടാക്കണം. അയ്യോ എൻ്റെ പേരെന്തിനാ, എനിക്ക് ഇഷ്ടം പോലെ ടൂൾസ് ഉണ്ട് കേട്ടോ. ഇതൊന്നും അല്ല, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഫോട്ടോ ജനറേറ്റ് ചെയ്യണ ഒരു ടൂളുണ്ട്, അത് ഓപ്പൺ ഐയുടെ തന്നെ. പിന്നെ ഓപ്പൺ ഐയുടെ വീഡിയോ ജനറേറ്റ് ചെയ്യുന്നതാണ് ഈ സൊറ എന്ന് പറയുന്ന സാധനം. പിന്നെ ചൈനക്കാരന്മാര് ക്ലിങ്കൈ, അതാണ് പേരാണ്, ക്ലിങ്കൈ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊന്നും ഫ്രീ അല്ല കേട്ടോ, ഇതൊന്നും നമുക്കത് കിട്ടാനൊന്നുമില്ല. പക്ഷെ അവർ ഗ്രാജുവലി ഇതൊക്കെ ഓപ്പൺ ആക്കും, ആർക്കും എന്തും ജനറേറ്റ് ചെയ്യാന്നുള്ളൊരു സാധനം. അപ്പം ഇപ്പൊ സ്റ്റോക്ക് ഇമേജസ് ഒക്കെ അവർക്കൊക്കെ മിക്കവാറും കൂലിപ്പണി രാജ്യം കിട്ടും, ഉറപ്പാണ്. എന്താ പറഞ്ഞാൽ അവരെയൊക്കെ ഈ സ്റ്റോക്ക് ഇമേജസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പം ചില സിനിമാക്കാരൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ അതായത് പഞ്ചാബിലെ നല്ല മഞ്ഞ ഫീൽഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഏതോ ഒരാൾ പോയി ഡ്രോൺ ഷോട്ട് എടുത്തതും അല്ലാത്ത ഷോട്ട് എടുത്തതൊക്കെ അവർ വിൽക്കാൻ വെച്ചേക്കും കാശിന്. സ്റ്റോക്ക് ഇമേജസും സ്റ്റോക്ക് വീഡിയോസും നമുക്ക് കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റും. അത് ഫുൾ ക്വാളിറ്റി 4K 8K ഏത് K വേണം എല്ലാ Kയും അവിടെ ഉണ്ട്. അവന്മാർ പോയി എടുക്കും, കൊടുക്കും, ആവശ്യക്കാരന് അത് ഡൗൺലോഡ് ചെയ്ത് കാശ് കൊടുത്ത് മേടിച്ചിടാം. അല്ലാത്തവർ, കാശില്ലാത്തവനും അത് പറ്റൂല. അവർ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടൊരു വലിയ വാട്ടർ മാർക്കൊക്കെ വെച്ചിട്ടാണ് തരണത്. അപ്പൊ അവർക്ക് ചെറിയൊരു പണി ഈ സാധനങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇൻ ടൈം കേട്ടോ. ബിക്കോസ് ഈ പറയുന്ന ഓപ്പൺ ഐയുടെ ഈ മറ്റേ പണ്ടൊരു നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടോ, വിൽ സ്മിത്ത് സ്പെഗറ്റി ഇട്ടിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ സ്പൂണൊക്കെ വായിക്കൂടെയൊക്കെ പോയി. പക്ഷെ അതിപ്പോ പ്രോപ്പറായി വരുന്നുണ്ട്. അതായത് മോർ ഡേറ്റാസ് കൊടുക്കുന്ന അനുസരിച്ച് ഇത് ഡെവലപ്പ് ആവും. അതാണ് ഞാൻ പറഞ്ഞത്. അത് കൊടുക്കുന്ന ഡേറ്റ വെച്ചിട്ട് ഇതിനൊരു ഇന്റലിജൻസ് ഉണ്ട്.
മനസ്സിലായി. ഈ ഇന്റലിജൻസ് വെച്ചിട്ട് ഇതിനിങ്ങനെ മാറ്റണം, ഇതിങ്ങനെ മാറ്റണം, കൈ ഇങ്ങനെയാണ് പോണത്, കൈ അങ്ങനെയാണ് പോണത്, സ്പൂൺ ഇങ്ങനെ വേണം പിടിക്കേണ്ടത്, അതെങ്ങനെ വേണം എടുക്കേണ്ടത് എന്നൊക്കെ ഈ സാധനം പഠിച്ചു വരും. ഈ പഠിക്കുന്നത് കുറച്ച് ഡേഞ്ചറുമാണ്, മനസ്സിലായില്ലേ? അത് അവസാനം സ്വന്തമായിട്ട് നമ്മൾ അടിക്കാൻ പോകുമ്പോൾ തന്നെ നമുക്കൊരു സാധനം ജനറേറ്റ് ചെയ്ത് തരുന്ന ഒരു സീൻ ആലോചിക്കുകയാണ്. നമ്മളിങ്ങനെ ഒരു കമാൻഡ് അടിക്കാൻ പോണത് അതിന് മനസ്സിലാവും. അങ്ങനെയൊക്കെ വരാം. ദാറ്റ്സ് എ പോസിബിലിറ്റി. അത് പക്ഷേ കംപ്ലീറ്റ്ലി ഈ ഒരു AI അങ്ങ് തുറന്നു വിടണം. ഇതുവരെയായിട്ടും അങ്ങനെ തുറന്നു വിടൂല എന്നൊക്കെ പറഞ്ഞൊക്കെ ഉണ്ട്. എനിക്കറിയാം ചില സ്ഥലങ്ങളിൽ നമ്മളെ പൈസ ട്രാൻസ്ഫർ ചെയ്തു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഏതോ ഒരു ചാരിറ്റിക്ക് വേണ്ടി ഓട്ടോമാറ്റിക്കലി ഒരുത്തന്റെ അക്കൗണ്ടിൽ നിന്ന് കാശ് അങ്ങോട്ട് അയച്ചു കൊടുത്തെന്ന്, അങ്ങനെയൊക്കെ ഞാൻ കേട്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിനൊരു ഈ ഇംഗ്ലീഷ് സിനിമയിൽ മറ്റേ എല്ലാ സൈഫൈ പടങ്ങളിലും AI വില്ലനാകൂലേ, ഏറെക്കുറെ അതിനെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥയുടെ. അതായത് ടെർമിനേറ്റർ പോലത്തെ പടങ്ങളും കണ്ടിട്ടില്ലേ? ടെർമിനേറ്ററിലെ സംഭവം അതാണ്. അതായത് AI ടുക്ക് ഓവർ ചെയ്തു. അതുപോലെ മെട്രിക്സ് ഒരു ഗംഭീര AI വെച്ചിട്ട് വില്ലനാക്കിയ ഒരു പടമാണ്. അയ്യോ, അത് മാഗ്നിഫിസന്റ് ആണ്. വൺ ഓഫ് ദ ഫൈനസ്റ്റ് AI വില്ലൻ മെട്രിക്സിന്റെ ആണെന്ന് എനിക്ക് പറയേണ്ടി വരും. ബിക്കോസ് അവര് റൂൾ ചെയ്യാണ്, ആൾക്കാരെ വെറും ടൂള്, ബാറ്ററി. അവര് എനർജീന്ന് എടുത്തിട്ട് ഇവര് മറ്റേ കൺസ്യൂം ചെയ്യും. അങ്ങനെയൊക്കെയാണ്. ഭയങ്കര രസമാണ് അതിന്റെ മെട്രിക്സിന്റെ കഥ എന്ന് പറഞ്ഞാൽ. ഭയങ്കര കോംപ്ലക്സ് ആണെന്നാൽ ഭയങ്കര രസമാണ്. അത് പിടികിട്ടി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. അപ്പൊ ഈ സിനിമകളൊക്കെ കാണിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. ഇതിനൊന്ന് തുറന്നു വിട്ട് കഴിഞ്ഞാൽ പണിയാണ്, എന്തും സംഭവിക്കാം. എനിത്തിങ് ക്യാൻ ഹാപ്പൻ. നമ്മളെല്ലാം ഡിജിറ്റലാണ്, നമ്മളെല്ലാ സാധനങ്ങളും ഡിജിറ്റൽ. നമുക്കിപ്പോൾ എല്ലാം ഡിജിറ്റൽ മണിയുമാണ്. എവറിത്തിങ് ഈസ് ഡിജിറ്റലൈസ്ഡ്. അപ്പൊ ഈ സാധനത്തിന് തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ വേറൊരു പടം എനിക്ക് വില്ലൻ അങ്ങനെ ഗംഭീരമായിട്ട് കാണിച്ചൊരു പടമാണ് ഏജ് ഓഫ് അൾട്രോൺ, അവഞ്ചേഴ്സ്. അൾട്രോണിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് പീസ് വരണമെങ്കിൽ ഒന്നെങ്കിൽ മനുഷ്യരെ കാണരുത്, ഇല്ലെങ്കിൽ മനുഷ്യന് ഒരു അൾട്ടിമേറ്റ് സാധനത്തിന് പേടിയായിരിക്കണം. ഇത് രണ്ടുമാണ് അതിന്റെ ഒരു പോകാൻ വഴി. അതിനാണ് അൾട്രോൺ ഇറങ്ങണത്. പക്ഷെ അൾട്രോണിന്റെ കാഴ്ചപ്പാടില്ല, ശരിയാണ്. നമ്മൾ ആലോചിക്കുക, എത്രയോ വർഷം കടന്നിട്ട് ഇന്നും വാറുണ്ട്. ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കുന്ന സമയത്തും ഉക്രൈൻ ആണെങ്കിലും റഷ്യ ആണെങ്കിലും പാലസ്തീൻ ആണെങ്കിലും ഇസ്രായേല് എന്റെയൊക്കെ ഞാൻ ജനിച്ച അന്ന് തൊട്ട് കേൾക്കണ സാധനമാണ്. ഇന്ത്യ പാകിസ്ഥാൻ ആണെങ്കിൽ ചൈന, ഇന്ത്യ, ഒരുപാട് സ്ഥലത്ത് ഈ ഒരു അടിയും പിടിയും ബഹളവും ഉണ്ട്. ഇതിനായിട്ട് അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരത്തുമില്ല. ബിക്കോസ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിൽക്കണ സാധനം വെപ്പണാണ്. ഈ രാജ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വിൽക്കണത് ഏറ്റവും കൂടുതൽ കാശ് ജനറേറ്റ് ചെയ്യണത് വെപ്പണറിയിലാണ്. അത് പിന്നെ വാങ്ങിച്ചു വെച്ചിട്ടൊന്നും മറ്റേ ചുമ്മാ ഇരിക്കാന്. അതാണ് സംഭവം. ഇവന്മാർക്ക് കാശ് ഇങ്ങനെ കൊടുത്ത് അപ്പൊ ഇതിനൊരു ഇത് വന്നിട്ടില്ല. അപ്പം അൾട്രോണിന്റെ കേസിൽ എത്രേ ഉള്ളൂ, പിടിച്ചു നിർത്തേണ്ടവന്മാരെ പിടിച്ചു നിർത്തുക. എന്നാ അവിടെ ഇതുമില്ല ഒന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പം ഈ സാധനം ഇന്റലിജൻസ് അതാണ്. നമുക്കാണ് ക്രുക്കടുള്ളത്, മറ്റേ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. ഇഫ് യു വോണ്ട് പീസ് ഇസ് ഈക്വൽ ടു ഇതാണ് സൊല്യൂഷൻ. ഇതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു പ്രശ്നം. അതൊരു പ്രശ്നമല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഇതാണ് സംഭവം. അതായത് അതിന് മറ്റേ പല ചിന്തകൾ വരൂല. അതിന് ഇന്ന സാധനത്തിന് ഇസ് ഈക്വൽ ടു സൊല്യൂഷൻ ഇതാണ്. ഇറ്റ് ക്യാൻ നോട്ട് റെപ്ലിക്കേറ്റ് ദ ഫങ്ഷൻ ഇൻസൈഡ് അവർ ബ്രെയിൻ. നമ്മുടെ ബ്രെയിൻ ചിന്തിക്കുന്നത് പോലെ അതിന് ചിന്തിക്കാം. നമ്മുടെ ബ്രെയിനിന് ഒരു പ്രത്യേകത, നമുക്ക് ഈ നിപ്പിൽ എന്നും മാറാം. മനസ്സിലായില്ലേ? നിപ്പില് ഇപ്പൊ ഞാൻ നിനക്ക് ഈ ഫോൺ തരാം, ഞാൻ തരൂല. മറ്റവിടെ അതില്ല. ഫോൺ കൊടുറെന്ന് പറഞ്ഞാൽ കൊടുക്കും. മനസ്സിലായില്ലേ? ബിക്കോസ് അവൻ പറയും എനിക്കൊരു ഫോണിന്റെ ആവശ്യമുണ്ട്, എനിക്ക് ഫോണിൽ വെച്ചിട്ട് എനിക്ക് ജീവിക്കണം, എനിക്ക് ഫോൺ വെച്ച് നല്ല ഫോട്ടോസ് എടുക്കണം എന്നൊക്കെ പറയണ കേട്ടിട്ട് നമ്മളവിടെ ഇന്നാന്ന് വെച്ചിട്ട് ഇങ്ങനെ കാണിക്കാനുള്ള ഒരു പവർ ബ്രെയിനുണ്ട്. ഈ സാധനം മറ്റേനില്ല. അതാണ് അവന്റെ ഒരു മെയിൻ സംഭവം. മറ്റവിടെ ഈക്വൽ ടു ഇതേ ഉള്ളൂ. അതാണ് കൊടുക്കുന്ന ഡേറ്റകൾ അനുസരിച്ച് അത് ഡെവലപ്പ് ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഡെവലപ്പ് ആകുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. ഇനി അങ്ങോട്ട് ഞാൻ പറയാം, ഫോണ്, ലാപ്ടോപ്പ്, നമ്മളുടെ കാറ്, നമ്മളുടെ വീട്, നമ്മളുടെ എല്ലാം വിൽ ബി കൺട്രോൾഡ് ബൈ AI. ഒരു മറ്റേ ഹെർ എന്ന് പറഞ്ഞ ഫിലിം പോലെ ഒരു അസിസ്റ്റന്റ്, ഭയങ്കരമായിട്ടുള്ള നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ഒരു അസിസ്റ്റന്റ് ഒരു പരിപാടി വരാൻ സാധ്യതയുണ്ട്. നമ്മളുടെ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ തൊട്ട് കണ്ണാടി ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് AR VR
ഇപ്പോഴത്തെ ആപ്പിൾ വിഷൻ പ്രോ എന്ന് പറയുന്നതിന്റെ ജുമുട്ടു സാധനത്തിന്റെ ദാണ്ട് ഈ ഒരു വെർഷൻ ഇറങ്ങും. കണ്ണാടി വെക്കുക, വീട്ടുകാരെ വിളിക്കുന്ന സമയത്ത് യുവർ മോം ഇസ് കോളിംഗ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ, മറ്റേ ഈ അയൺമാൻ സിനിമയിലൊക്കെ കണ്ടിട്ടില്ല, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോണയൊക്കെ ആ സാധനം ഒരു കണ്ണാടി കൂടെ നമുക്കിങ്ങനെ ഇങ്ങനെ ക്ലിക്ക് 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 എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഇവിടെ മറ്റേ ഈ സെൻസറിൽ ഈ സാധനം എടുക്കണത് ഇവിടെ ആ ജസ്റ്റർ കൺട്രോൾ ഇവിടെ ക്യാമറയൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ അമ്മ എന്തുണ്ട് സുഖമുള്ള ഓക്കെ യു ഗോ വർക്ക് വരൂ മറ്റേത് എഡിറ്റ് ചെയ്യൂ ഇങ്ങനെയൊക്കെ വരും. സിനിമ വരുന്നു, സിനിമ ഓക്കെ സിനിമ കാണുന്നു, നമ്മൾ ഫ്ലൈറ്റിൽ കൂടെ തന്നെ കണ്ണാടി വെച്ച് സിനിമ കാണുന്നു, ഇങ്ങനെ വരും. വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ വിൽ ബി സ്പെക്സ്. ഇപ്പൊ ആപ്പിൾ തന്നെ ആപ്പിൾ ഇന്റലിജൻസ് കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷെ ആപ്പിൾ ഇന്റലിജൻസിന്റെ ഒരു ഇന്റലിജൻസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഡാറ്റ കൊടുക്കൂല. മെയിനായിട്ടും ഒരു മെഷീൻ ലേണിംഗ് തന്നെയാണ് അത്. അതായത് ഇൻബിൽട്ട് ആയിട്ട് തന്നെ ന്യൂറൽ എഞ്ചിൻ വെച്ചിട്ട്, അതായത് അവരെ ന്യൂറൽ പ്രോസസ്സിങ് വെച്ചിട്ട് നമ്മൾ എന്തിനൊക്കെയാണ് പറയണത് എന്തിനൊക്കെയാണെന്നൊക്കെ ഉള്ള മാക്സിമം അതിലോട്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് പോവും. അതായത് എൻ്റെ കയ്യിൽ നിന്ന് പോകും. അതായത് ഇതിന്റെ ആൻസർ എൻ്റെ ഇല്ല, അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, നമ്മൾ ആപ്പിൾ സെർവറിൽ നിന്ന് എടുക്കാം. ഈ ആപ്പിൾ സെർവറിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് എടുക്കുന്നോ അത് അവിടെ ഡിലീറ്റ് ആവും. അതായത് നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്തിനാണെന്നുള്ള അതിന്റെ കോംപ്ലക്സിറ്റിയും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് അത് അവിടെ പോയി, അവിടെ നിന്നും ഉത്തരവില്ലെങ്കിൽ, ആപ്പിളിന്റെ സെർവറിന്റെ അവിടെ നിന്നും ആ ക്ലൗഡിൽ നിന്നും ഉത്തരവില്ലെങ്കിൽ മാത്രം ഓപ്പൺ എഐയിലോട്ട് തട്ട്. ഓപ്പൺ എഐയിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ആസ് എ യൂസർ, നിങ്ങളുടെ ആപ്പിൾ യൂസറിന് പറയടേ നമ്മുടെ കയ്യിൽ നിന്ന് പോയി, ഓപ്പൺ എഐ പോയി കഴിഞ്ഞാൽ അവർ ഡേറ്റ എടുക്കും. ആ കാര്യത്തിൽ നമ്മൾ ആരും അല്ലേ, നിങ്ങളുടെ റിസ്ക് ആണേ, നിങ്ങൾക്ക് ആ ഉത്തരം വേണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ നിങ്ങളുടെ ഡേറ്റ പോവും, ആ ഓപ്പൺ എഐക്ക് പോവും, ആ മാതിരി സ്റ്റോർ ചെയ്യും. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ഡിലീറ്റ് ചെയ്യും. പക്ഷെ നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ അത് അവർ സ്റ്റോർ ചെയ്യും എന്ന് പറയും. അതാണ് സംഭവം. ഓപ്പൺ എഐ എന്നൊക്കെ പറയുന്നത് എത്ര ഡാറ്റ എടുക്കാൻ പറ്റുമോ അവർ പറയും, നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം എന്നൊക്കെ പറയും. പക്ഷെ ഒരു കാര്യമില്ല. അതെ, മെറ്റ എഐയിൽ പല സാധനങ്ങളും ഉണ്ട് ഈ പറയുന്ന ഇത് ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ കൺട്രോളാണ് കേട്ടോ ഡേറ്റ എന്നൊക്കെ. ഇല്ല, നിങ്ങളൊരു സാധനം മെറ്റ എഐയിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് അവിടെ ഇങ്ങനെ ഇരിക്കും. മറ്റേത് അങ്ങനെയല്ല. മറ്റേത് ആപ്പിളിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ആപ്പിൾ ഡീസെന്റ് ആണ്. ആപ്പിൾ പറയും നമുക്ക് വേണ്ട നിങ്ങളെ ഡാറ്റ ഒന്നും, അത് വെച്ചിട്ട് നല്ല ജീവിക്കാനുള്ളത്, നമുക്ക് ഇഷ്ടം പോലെ കാശുണ്ട്. പക്ഷെ അതാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു റീല് കണ്ടായിരുന്നു. ഈ പറയണ ഓപ്പൺ എഐയുടെ അടുത്ത് പറയാണ്, ഞാനിങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുന്നു, ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ നിന്റെ അടുത്തൊരു സീക്രട്ട് പറഞ്ഞത് ഓർമ്മയുണ്ട, ആ സീക്രട്ട് നീ വേറെ ആർക്കും പറയല്ല കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീക്രട്ട് ആണെന്ന് അത് റെക്കഗ്നൈസ് ചെയ്തിട്ട് അത് സീക്രട്ട് ആയിരിക്കും, അതിന് തല്ലിക്കൊന്നാലും പറയൂല. അതിന് നമ്മളിങ്ങനെ പോയിട്ട്, പക്ഷെ കോമഡി എന്ന് പറയും, ഓപ്പൺ എയിലുള്ളവന്മാർക്ക് അറിയാം നിന്റെ സീക്രട്ട് എന്തിനാണ്. ബാക്കിയുള്ളവരുടെ പ്രസൻസിൽ അത് സീക്രട്ട് പറയൂല, അത് ഭയങ്കര ചൊല്ലക്കുട്ടിയൊക്കെ ആയിട്ട് ഇരിക്കും. പക്ഷെ ഓപ്പൺ എയിലുള്ള ചേട്ടല്ല, അവന്റെ സെർവറിലുണ്ട് നിന്റെ സീക്രട്ട് എന്തിനാണെന്ന്. അപ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ എഐനെ വിശ്വസിക്കുക. പിന്നെ അത് ഞാൻ വളരെ ഒരു രസകരമായിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഇപ്പൊ തന്നെ നമ്മുടെ ഈ ഐഫോണിലുള്ള ചാറ്റ് GPT പുതിയതായിട്ടൊന്ന് മാറിയിട്ടൊക്കെ ഉണ്ട്. ഭയങ്കര രസമാണ്. ഒരു കിഡിലൊരു വോയിസ് അസിസ്റ്റന്റ് വന്നിട്ടുണ്ട്. അത് ഭയങ്കര സ്മാർട്ടാണ്. അത് നമുക്കൊരു ലാംഗ്വേജ് വരെ അത് പഠിപ്പിച്ചു തരും. ഈ ചാറ്റ് GPT ഏകദേശം പിന്നെ 2000 രൂപയാണ് കേട്ടോ പെർ മന്ത്. 2000 രൂപയാണ് ചാറ്റ് GPTക്ക് കൊടുക്കാനുള്ളത്. ആൻഡ് ഈ സാധനത്തിന്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, നമുക്കൊരു ലാംഗ്വേജ് പഠിക്കാം, നമുക്ക് പലതും ചോദിക്കാം. നമ്മൾ ഒരു ഇന്റർവ്യൂ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ പറയാം, നാളെ എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്, അപ്പം എന്നെ ഒന്ന് സഹായിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്റർവ്യൂറായിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കും. അത് കറക്റ്റ് ഉത്തരവാണെങ്കിൽ അത് റെക്കഗ്നൈസ് ചെയ്തിട്ട് ഇതൊക്കെ ശരിയാണല്ലേ, പൊട്ടത്തരമല്ല പറയണമെന്നൊക്കെ പറഞ്ഞു തരും. അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ദ വേ ദ വേൾഡ് ഇസ് ചേഞ്ചിങ്, അല്ലെങ്കിൽ ദ വേ ദ ടെക്നോളജി ഈസ് ചേഞ്ചിങ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര റാപ്പിഡാണ്. അത് റെക്കഗ്നൈസ് ചെയ്യാണ്. അത് നമ്മൾ മണ്ടത്തരമാണ് പറയണെങ്കിൽ അത് പറയണേ നീ ലോക മണ്ടനാണ് അങ്ങനെ പറയൂല. പക്ഷെ പറഞ്ഞത് ശരിയാണ്, പക്ഷെ കുറച്ച് കാര്യങ്ങൾ തെറ്റാണ്, ഇത് ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ നമുക്കത് റെക്ടിഫൈ ചെയ്ത് തരും. ആ ലെവൽ ഓഫ് ഒരു അതും വളരെ ചെറിയ ടൈമിലാണ് കേട്ടോ ഇത്രയും ഇംപ്രൂവ് ആയിരിക്കുന്നത്. നിങ്ങൾ അത് ആലോചിക്കണം. സോ ദ എമൗണ്ട് ഓഫ് ഡേറ്റ വിച്ച് ഇസ് ബീൻ പുട്ട് ഈ പറയുന്ന ഓപ്പൺ എഐയിൽ അമ്മാതിരി ഇട്ടുകൊണ്ടിരിക്കുന്ന അമ്മാതിരിയാണ്. അതായത് അത്രത്തോളം ഇവർ വർക്ക് ചെയ്യാണ്. അവിടുത്തെ പ്രോഗ്രാമേഴ്സ് ഒക്കെ എല്ലാവരും ഇരുന്നിട്ട് കുത്തിയിരുന്ന് പണിയാണ്. ഇത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സൊല്യൂഷൻ, ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ റെക്ടിഫൈ ചെയ്യും, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യും, അങ്ങനെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ഒരു സംഭവം. അതായത് നമ്മൾ എന്ത് പറഞ്ഞാലും അതിനത് മനസ്സിലാവും.
അതാണ് അതിൻ്റെ ഒരു ഗംഭീരത. അപ്പം നിങ്ങൾ ആലോചിക്കണം, ഈ ഡൗൺ ദ ലൈൻ ഇനി ഒരു 5 വർഷം കഴിയുമ്പം ഇതൊക്കെ എന്തായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മാത്രം മതി. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് എന്തിനായിരിക്കും? യെസ്, ടൈം ടു തിങ്ക് ഗൈസ്. അതാണ് പറഞ്ഞത്, ഒരുപാട് രീതിയിൽ പല പല കാര്യങ്ങളിൽ ടെക്നോളജി ഭയങ്കരമായി വരികയാണ് ഗൈസ്, ഗംഭീരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. യെസ്. അപ്പം അവിടെയാണ് എനിക്ക് പറയാം, ഒരുപാട് സാധനങ്ങൾ, മോദീനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുന്ന സാധനം, ഇഷ്ടം പോലെ ടൂൾസ് ഉണ്ട്. ഇപ്പം 11 ലാബ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതിൽ നമുക്ക് വോയിസ് ചേഞ്ച് ചെയ്യാം. അതിലാണ് നമ്മുടെ ഈ പല നടനായിട്ടൊക്കെ നമുക്ക് സംസാരിക്കാം, പല രീതിയിൽ നമുക്ക് ഇത് ചെയ്യാം. പിന്നെ അഡോബിയുടെ തന്നെ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമ്മൾ ഇപ്പൊ ഞാൻ ഈ ചെയ്യുന്ന പോഡ്കാസ്റ്റ് ഈ സാധനത്തിന്റെ സൗണ്ട് പോരാങ്കിൽ നിങ്ങൾ ആ ഒരു അഡോബി പോഡ്കാസ്റ്റിലോട്ട് തട്ടിയിട്ട് കഴിഞ്ഞാൽ നല്ല കിടിലം ക്ലാരിറ്റിയിൽ സാധനം സെറ്റ് ചെയ്ത് തരും. അതേപോലെ നിങ്ങൾക്കിപ്പോൾ ക്ലിപ്പ് ഡ്രോപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ മോർഫിങ്, നമ്മളുടെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഏതെങ്കിലും നടന്റെ മോന്തം മാറ്റി നമ്മളെ മരമൊന്താക്കുകയാണെങ്കിൽ നമുക്കത് ചെയ്യാം. അങ്ങനെ ഒരു സാധനമുണ്ട്. പിന്നെ മ്യൂസിഫൈ എന്ന് പറഞ്ഞൊരു സാധനമാണ്. അതൊക്കെ മ്യൂസിക് ടൂളുകളാണ്. ഒരുപാടുണ്ട് കേട്ടോ മ്യൂസിക് ടൂളുകൾ, ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ എന്തോന്ന്, ഗിഫ്, നമുക്ക് നമ്മുടെ മോന്ത വെച്ചിട്ടുള്ള ഗിഫ് ഉണ്ടാക്കാം. അതായത് ഫേമസ് ആയിട്ടുള്ള ഗിഫിൽ നമ്മളെ മോന്ത വെച്ചിട്ട് നമ്മുടെ ഫേസിനെ മോർഫ് ചെയ്തിട്ട് ഗിഫ് ആക്കാൻ പറ്റും. അതെന്തോന്ന്, മിസ് ഗിഫ് അങ്ങനെ എന്തോ ആണ് അതിന്റെ പേര്. പിന്നെ കോഡിങ് ഇനി തൊട്ട് നമുക്ക് ഈസി ആയിട്ട് കോഡിങ് ഒക്കെ പഠിക്കണതിനൊക്കെ പകരം ഈ കോഡിങ്, അതായത് ഇന്ന സാധനത്തിന്റെ കോഡിങ് അടിച്ചു തരൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിച്ചു തരണ കോഡിങ് AI വരെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി കോഡിങ് പഠിക്കണ്ട, അതാണ് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അതിന് പകരം അതിനെ പറ്റി അറിവുണ്ടെങ്കിൽ എന്ത് കോഡ് ചെയ്യണം, എന്നിട്ട് ആ അടിച്ചു തരുന്ന കോഡിങ്ങിൽ വല്ല പ്രശ്നമുണ്ടോ എന്ന് നമുക്ക് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ. അതാണ് മോനി ദ പവർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫ്രം നൗ ഓൺ. പിന്നെ AI പരിപാടി പണ്ട് തൊട്ടേ ഉണ്ട് കേട്ടോ. പ്രോസസ്സിംഗ് എന്ന്, നമ്മൾ ഇമേജ് പ്രോസസ്സിംഗ് എന്ന് പറയില്ല ഫോണുകളിലുള്ള, അതൊരു AI സീനാണ്. അതായത് ആ ഒരു സീൻ എന്താണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് അവര് മറ്റേ അവിടെ കൂട്ടി ഇവിടെ കുറച്ച് മോന്തേല് ലൈറ്റ് അടിച്ച് ഒക്കെ ചെയ്ത് തരും. അതിന് ചിലവരൊക്കെ ചില പേരിട്ട് AI ക്യാമറ എന്നൊക്കെ പറയും. ഇല്ല, എല്ലാ ആപ്പിള് സാംസങ് തുടങ്ങിയ എല്ലാ എണ്ണത്തിന്റെ ക്യാമറയിലും AI പ്രോസസ്സിംഗ് ഉണ്ട്. ദാറ്റ് ഈസ് ദെയർ. അതായിരുന്നു സത്യം പറഞ്ഞാൽ ഒരു പക്ഷെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഫോണിൽ ഉണ്ടായിരുന്ന ഒരു സാധനം AI പരിപാടി അതായിരുന്നു. ക്യാമറകൾ ഇമേജിനെ പ്രോസസ് ചെയ്യണത്. ബിക്കോസ് ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് പക്കയായിട്ട് നിങ്ങൾ എന്താണ് കാണുന്നത് നിങ്ങളുടെ കൺട്രോളിൽ വെച്ച് നിങ്ങൾ എടുക്കണമായിരുന്നെങ്കിൽ പണ്ട് DSLR എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. DSLR, സിംഗിൾ ലെൻസ് റിഫ്ലക്റ്റ്. അതായത് മറ്റേ സാധനം ഫോക്കസ് ചെയ്ത് മറ്റേ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ബ്ലർ ചെയ്ത് ലൈറ്റ് നമ്മുടെ കൺട്രോളിൽ, നമുക്ക് എത്ര ലൈറ്റ് വേണമെന്ന് നമ്മൾ കൺട്രോൾ ചെയ്യാം, എത്ര എക്സ്പോഷർ ചെയ്യണമെന്ന് നമ്മൾ കൺട്രോൾ ചെയ്യും, എത്ര അപ്പർച്ചർ തുറക്കണമെന്ന് നമ്മൾ കൺട്രോൾ ചെയ്യും. അതിനെയാണ് മാനുവൽ ഓവർ റൈഡ് നമ്മൾ പറയില്ലേ, ആ സാധനം. ഇപ്പൊ മിറർലെസ് ക്യാമറയിലൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. മാനുവൽ ഇതിട്ടിട്ട് നമുക്ക് ഇങ്ങനെ കളിക്കാം. ഇത്ര ലൈറ്റ് മതി, അത്ര ലൈറ്റ് മതി, ഇന്നത് ഫേസിന് ഇത്ര ഇത് മതി എന്നൊക്കെ ചെയ്യാൻ പറ്റും. അതൊന്ന് ഒരു ഇതുണ്ട്, ഒരു ക്യാമറ വിത്ത് ഒരു ഐ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് അതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ AI പണി തുടങ്ങി. ഇപ്പോൾ ക്യാമറകളിൽ AI ഉണ്ട്. ഒരേ സമയത്ത് ഇപ്പൊ എൻ്റെ ഈ ഒരു പോഡ്കാസ്റ്റ് സമയത്ത് വേറൊരാളും കൂടെ വന്ന് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷെ DSLR ആയതുകൊണ്ട് ബ്ലർ ചെയ്യും. പക്ഷെ ആ പറയുന്ന ഓപ്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനൊരാൾ വന്ന് നിപ്പുണ്ട്, അയാളുടെ മുഖവും തെളിയിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാം അത് കൺട്രോൾ ചെയ്യും സ്വന്തമായിട്ട്. അത് ലൈറ്റും അപ്പർച്ചറും ഒക്കെ കുറയ്ക്കും. സോ ദാറ്റ് അതാണ് പറഞ്ഞത്, അങ്ങനത്തെ ലെവൽ ഓഫ് AI ടെക്നോളജി ഈസ് ദെയർ ഇൻ ദ ക്യാമറ, മിറർലെസ് ക്യാമറ ടെക്നോളജി. പണ്ട് അതൊന്നും ഇല്ലായിരുന്നു കേട്ടാ. DSLR അതൊന്നും ഇല്ല. DSLR മറ്റേ ഒരു കൂറ ഇതാണ്, മറ്റേ ഓട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ എടുത്ത് തരും, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മൊത്തം ബ്ലോൺ ഔട്ട് ഒക്കെ ചെയ്തിട്ട്. ഇപ്പൊ അത് നടക്കൂല. ഇപ്പോഴത്തെ മറ്റേ AI വന്നതോടെ ക്യാമറ സിസ്റ്റവും മാറിയടേ. ഞാൻ പണ്ട് എൻ്റെ ബ്രദർ ഫോട്ടോഗ്രാഫറാണ്. പുള്ളി DSLR ആണ് പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ഡിജിറ്റൽ സിംഗിൾ ലെൻസ് റിഫ്ലക്റ്റ്. നമ്മളൊക്കെ ഫോൺ നോക്കിയയുടെ ഫോണിൽ VGA ക്യാമറയും. പഴയ കാലത്ത് ഞാൻ അതിങ്ങനെ ആലോചിക്കായിരുന്നു കേട്ടോ. പണ്ട് VGA എന്ന് പറഞ്ഞാണ് ക്യാമറ വന്നത്. മെഗാ പിക്സൽ ഒന്നുമില്ല, VGA ക്യാമറ. അത് എടുക്കണ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ണ് കരയും. അന്ന് നമ്മൾ ഫോട്ടോ എടുക്കും, ഫോട്ടോ ഫോണില് ഫോട്ടോ എന്നൊക്കെ പറയുമായിരുന്നു. എനിക്കൊക്കെ ഇതിന്റെ കിളിയൊക്കെ പറഞ്ഞ അവസ്ഥയാണ്.
VGA ക്യാമറ. അത് കഴിഞ്ഞിട്ട് 1.3 മെഗാ പിക്സൽ. ആലോചിക്കണം, 1.3 മെഗാ പിക്സൽ ആയിരുന്നു അടുത്ത സ്റ്റെപ്പ് അപ്പ്. നോക്കിയയുടെ 66 എന്തായിരുന്നു അത്, 6630 ഏതോ ഒരു ഫോൺ ഉണ്ടാടെ, ഒരു അവിഞ്ഞ ഡിസൈനാണ്, ഇങ്ങനെ വന്നിട്ട് ഒരു താഴെ ഒരു ഉണ്ടയായിട്ടിരിക്കും. എൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിലുണ്ടത്. വലിയ ക്യാമറയാണ് എൻ്റെ ബാക്കിൽ ഇരിക്കണം. ആ ക്യാമറയെന്ന് അപ്പോൾ നമ്മുടെ മെന്റാലിറ്റി അങ്ങനെ, വലിയ ക്യാമറയാണ്, എടുക്കണ ഫോട്ടോ ജില്ല്, എടുക്കണ ഫോട്ടോ സത്യം പറഞ്ഞാൽ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അയ്യേ ഇതെന്തൊരിട എന്ന് ചെയ്യും. പക്ഷെ അന്ന് നമ്മളെ കണ്ണ് കള്ളിയിട്ടുണ്ട് അതിന്റെ ക്ലാരിറ്റി കണ്ടിട്ട്. പിന്നെ N95 എന്ന് പറഞ്ഞിട്ടൊരു ഫോൺ ഉണ്ടായിരുന്നു, തുറക്കണേ അടയ്ക്കണേ. അതിന്റെ ബാക്ക് ക്യാമറയുടെ ക്വാളിറ്റി ഒക്കെ നെക്സ്റ്റ് ലെവല്. പിന്നെ നോക്കിയ വന്ന് 50 മെഗാ പിക്സലിന്റെ ലൂമി എന്നൊക്കെ പറഞ്ഞിട്ട് 50 മെഗാ പിക്സൽ. നമ്മളൊക്കെ എൻ്റെ അമ്മയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ അവര് 50 മെഗാ പിക്സൽ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോയിൽ സൂം ചെയ്ത് കഴിഞ്ഞാൽ ക്ലാരിറ്റി ഉണ്ടാവുന്നതായിരുന്നു. ഞാൻ നോക്കിയ ഭയങ്കര ഷോക്കായി പോയിട്ട്. നോക്കിയ നാട്ടുകാർക്ക് എന്തിനു വേണോന്ന് പറഞ്ഞിട്ട് എല്ലാം കൊടുത്തപ്പോൾ അമ്മമാര് പട്ടി വരെ കാണിച്ചു കളഞ്ഞു. ആപ്പിളിനെ കണ്ടിട്ടില്ലേ, ആപ്പിൾ എന്തോന്നാണ് നാട്ടുകാർക്ക് കൊടുക്കണത്, ഒന്നുമില്ല. നമ്മൾ സാധനം ഇറങ്ങും ചലമ്പാത അത് പൊക്കെ അടിച്ച് നടന്നു വേണം കേട്ടല്ലേ എന്ന് പറഞ്ഞ ഡയലോഗിലാണ് ആപ്പിൾ നടക്കണത്. കണ്ടിട്ടില്ലേ? ആപ്പിൾ ഈ ഇടയ്ക്കൊക്കെ എന്തൊക്കെയാ ബേസിക് ആയിട്ടുള്ള സാധനം iOS 18 കൊണ്ടുവരുന്നത്. അതുവരെ കസ്റ്റമേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ആണല്ലേ ശരി എന്ന് പറയും. 12 മെഗാ പിക്സൽ വെച്ച് എത്ര നാൾ തട്ടി. കഴിഞ്ഞ വർഷം എന്താണ് 48 മെഗാ പിക്സൽ ആക്കിയത്. എന്താ ഇപ്പോഴും ഡിസൈൻ കണ്ടിട്ടില്ലേ, വേറെ ഡിസൈൻ. ഇതെന്ത് ഡിസൈൻ കൊള്ളൂലേ, അങ്ങനെ വല്ല ആണോ, കണ്ണി വെച്ച് കുത്തി തരിഞ്ഞേ എന്ന് പറയും. അപ്പൊ അവിടുത്തെ കസ്റ്റമർ അയ്യോ ഇല്ല അണ്ണ, ആപ്പിളിന്റെ ലോഗോയും പെരുമയും സെൽഫ് മറ്റേന്തൊരു നമുക്ക് തരുന്ന മറ്റേതുണ്ടല്ലോ സെൽഫ് കോൺഫിഡൻസും അതൊക്കെ മതി അണ്ണ. നമുക്ക് കാശുകാരനാണെങ്കിൽ നമ്മൾ ആപ്പിൾ കൊണ്ടു നടക്കൂലേ, അപ്പൊ എല്ലാ കാശുകാരന്മാരും അത് കൊണ്ടു നടക്കണമെന്ന് നമ്മളും അത് എടുക്കുമ്പോൾ നമുക്ക് അതിനുള്ള പ്രസ്റ്റീജ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയാണ്. പക്ഷെ നോക്കിയ അങ്ങനെയല്ല. നോക്കിയ പണ്ട് എന്ത് വേണം, നിങ്ങൾക്ക് എന്ത് വേണം എന്തായാലും ചോദിച്ചോണ്ടിരുന്ന കസ്റ്റമേഴ്സിൻ്റെ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് എന്ത് വേണം കൈസ് പറയൂ. നോക്കിയക്ക് ആകെ പറ്റിപ്പോയ ഒരു പതനം വിൻഡോസിനെ കെട്ടിപ്പിടിച്ചതാണ്. ഒരു കാര്യമില്ലായിരുന്നു, മറ്റേ സിംബിയൻ ആയിരുന്നു അവന്മാരെ OS. ഇതിന്റെ ഇടയ്ക്ക് അവന്മാര് ലിനക്സിന്റെ ഒരു OS ഇടയ്ക്ക് കൊണ്ടുവന്നിരുന്നു. അതിന്റെ പേര് ഞാൻ മറന്നുപോയി. എന്തോ അവരൊരു N900 എന്ന് പറഞ്ഞിട്ടൊരു ഒരു ടച്ച് ഫോൺ ഉണ്ടായിരുന്നു, ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് കീബോർഡൊക്കെ പറഞ്ഞ. അതിൽ അവർ ലിനക്സിന്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം പൊള്ളിയായിരുന്നു. ഓ മാൻ, അത് അവന്മാര് അഡാപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, അതെങ്കിലും അഡാപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഈ വിൻഡോസിന്റെ പുറകെ പോണതിന് പകരെ ഇത് ആൻഡ്രോയിഡ് പോയതാണ് നോക്കിയയുടെ അടുത്ത്. എന്നാന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ അമ്മേനെ വേറെ നമ്മൾ മൈക്രോസോഫ്റ്റിന്റെ കൂടെ ഉണ്ടാകുള്ളൂ എന്ന് പറഞ്ഞു. ആൻഡ്രോയിഡ് നേരെ കൊണ്ട് HTCക്കും മറ്റേ സാംസങ്ങിനും കൊടുത്തു. അപ്പൊ അവന്മാർ എവിടെ ഇരിക്കുന്നു, അല്ല HTC പോയാട്ടോ, അത് വേറെ കേസ്. സാംസങ് അന്നും ഉണ്ട്. സാംസങ് ബുദ്ധിപരമായിട്ട് സാംസങ് ആദ്യമായിട്ട് അഡാപ്റ്റ് ചെയ്തത്. ആൻഡ്രോയിഡ് ഓക്കെ നമുക്ക് ചെയ്യാം ഗൈസ് എന്നിട്ട് ആൻഡ്രോയിഡ് ചെയ്ത് ടൈസനും കോപ്പ് അന്ന് വേറെ എന്തോ ഒരു പൂറ സോഫ്റ്റ്വെയർ ആയിരുന്നു സാംസങ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ആൻഡ്രോയിഡിന് പകരം. അവരതെടുത്ത് കളഞ്ഞിട്ട് അങ്ങ് അടിച്ച് ഇറക്കി മോനെ. ഇപ്പോഴും ദാണ്ട അണ്ണന്മാരും നെഞ്ചും പിരിച്ച് ഇവിടെ ഇരിപ്പുണ്ട്. മറ്റേവന്മാര് ചൊറയും കുത്തി പോയി. ഇപ്പോഴത്തെ മറ്റേ എന്തിനൊക്കെയോ അല്ലാത്ത സാധനങ്ങളൊക്കെയാണ് വിൽക്കണത്. നോക്കിയ മറ്റേ റൗട്ടറും ബഹളവും 5Gയുടെ ടെക്നോളജിയും 4G ടെക്നോളജിയൊക്കെയാണ് ഉപയോഗിക്കുന്നത് പാവപ്പെട്ടവന്മാർ. ഇതേ അവസ്ഥയാണ് ഹുവാവി ഇതുപോലെയാണ്. 5Gയുടെ റൗട്ടറും മറ്റേതൊക്കെയാണ് ലോകം മൊത്തം വിൽക്കുന്നത്. വേറെ മറ്റൊന്നും വിൽക്കൂല. ഫോണില്ല, ചൈന മാർക്കറ്റിൽ മാത്രമേ ഉള്ളൂ. എല്ലായിടത്തുനിന്ന് പറണ്ടി കളഞ്ഞ് മറ്റേ ഗൂഗിളില്ലാത്തതുകൊണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ചില സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്കത് പറ്റൂല. ഈ ഹുവാവിയുടെ ഫോൺ ഞാൻ കഴിഞ്ഞ ദിവസം യൂസ് ചെയ്തതാണ്. ഹുവാവി മറ്റെന്തൊരു പ്യൂറ 70 അൾട്ര എന്ന് പറഞ്ഞിട്ട്. മോനെ ഗൂഗിളിന്റെ സാധനം ഇല്ലെങ്കിൽ അത് വെറും വേസ്റ്റ് ആണ്. ബിക്കോസ് പ്ലേ സ്റ്റോർ ഇസ് ദ കിങ്. അതിൻ്റെ അകത്താണ് ഗെയിംസ്, അതിൻ്റെ അകത്താണ് ആപ്സ് എല്ലാം. അതില്ലെങ്കിൽ ആ ഫോണ് വെറുതെ നമുക്കിങ്ങനെ ഫോട്ടോ കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാം. അവിടെയാണ്. പിന്നെ ആപ്പിൾ എന്തുകൊണ്ടാണ് iOS ഇസ് വെരി ഈസി ടു യൂസ്. ഒരു പാടുമില്ല, വെറുതെ തുറക്കുക വിളിക്കുക കഴിഞ്ഞു. അതാണ് iOS. ഒരു മറ്റേ കസ്റ്റമൈസേഷനും ഇല്ല, തേങ്ങയില്ല മാങ്ങയില്ല. ഇപ്പോഴായിട്ടാണ് അവന്മാർ കസ്റ്റമൈസേഷൻ കൊണ്ടുവന്നത്. അതുവരെ നമ്മൾ എന്തിന് തരണം, മിണ്ടാതെ ചലമ്പാതെ അവിടെ ഇരുന്നോണം എന്ന് പറഞ്ഞു. പിന്നെ കുറച്ചും കൂടെ ഈ വിഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് ഇപ്പൊ ഫോൺ ചെറുതായിട്ടൊക്കെ ഹാങ് ആയി തുടങ്ങിയത്. പണ്ടൊന്നും ഇല്ലായിരുന്നല്ലോ. ഒരു സാധനം തുറന്നു കഴിഞ്ഞാൽ അത് തന്നെ ഇങ്ങനെ ഇരിക്കുക. മൾട്ടി ടാസ്കിങ്ങും ഒന്നും ഇല്ല. എന്തിനാണ് അപ്പൊ ഇവര് മറ്റേ ഫാൻ ബോയ്സ് എന്ന് പറയും, എന്തിനാണ് മൾട്ടി ടാസ്കിങ്, ആർക്ക് വേണം മൾട്ടി ടാസ്കിങ്, നിങ്ങൾ ചെയ്യാറുണ്ടോ മൾട്ടി ടാസ്കിങ് എന്ന് പറയും. അപ്പൊ നമ്മൾ പറയും ശരിയടേ എന്ന് പറയും.
ഇപ്പോൾ ഫോൾഡബിൾ ഫോൺസ് ഇറക്കാത്തതിൻ്റെ ഒക്കെ ഒരുപാട് റീസൺസ് ഉണ്ടാവും. ഒരേ സമയത്ത് ഞാൻ ഇപ്പോൾ ഒരു വലിയ ഫോണിൽ പോലും ഒരേ സമയത്ത് 2 ആപ്സ് ഒന്നും തുറന്നിടാൻ പറ്റൂല. പണ്ടൊന്നും അമ്മ ട്രൈ ചെയ്താണ്, പിന്നെ അമ്മമാർക്ക് മനസ്സിലായി നടക്കൂല, അതുകൊണ്ട് നിർത്തി. പണ്ടൊരു സമയത്തുണ്ടായിരുന്നു ഒരേ സമയത്ത് 2. ഇപ്പൊ ഐപാഡ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട്? M1 ചിപ്പാണ് വെച്ചേക്കണത്. അതായത് അവന്മാരെ ലാപ്ടോപ്പിൽ വെക്കണം, മാക്ബുക്കിൽ വെക്കണ ചിപ്പാണ് അവന്മാർ ഈ ഐപാഡ് എന്ന് പറഞ്ഞ സാധനത്തിൽ വെക്കണം. ഒന്ന് ആലോചിച്ച് വെക്കണം. അവന്മാർക്ക് സത്യം പറഞ്ഞാൽ ഫോണിൽ വെക്കാന്നേ ഉള്ളൂ. ഫോണിൽ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ പറയണ മൾട്ടി ടാസ്കിങ്ങും ബഹളവും ഒക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ്, അതൊക്കെ കൊണ്ടാണ് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഈ ആപ്പിൾ എന്ന് പറയുന്ന സാധനത്തിൽ. ഇറ്റ്സ് വെരി ലിമിറ്റഡ്. അവർ ഓപ്പൺ ആക്കൂല, ഒരിക്കലും ചെയ്യൂല. അവന്മാരെ മാക്സിമം ഓപ്പൺ ആക്കാൻ ശ്രമിക്കുകയാണ്. അത് മറ്റേ യൂറോപ്യൻ യൂണിയൻ. അവന്മാർ വന്നിരുന്ന് കോലിട്ട് കുത്തും. നമുക്ക് താന്ന് പറയും. നിന്റെയൊക്കെ മാർക്കറ്റിൽ ഒരുപാടെണ്ണം ഉണ്ടെന്നുള്ളതുകൊണ്ട് അവന്മാർ കൊടുക്കണം. ഇല്ലെങ്കിൽ ആപ്പിൾ കൊടുക്കൂലായിരുന്നു. ഈ പറയുന്ന NFC ഒക്കെ അവന്മാരുടെ ടെക്നോളജി, അവർ പറയും നമ്മുടെ NFC നമ്മുടെ വാളറ്റ് വഴി മതി. ഇപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ ഏത് ബാങ്കുകാർക്കും അവർ ആപ്പിലോട്ട് ഈ സാധനത്തിനെ തട്ടാം. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ. പിന്നെ ഈ ആപ്പിൾ പ്ലേ സ്റ്റോറിലുണ്ടല്ലോ, സോറി ആപ്പിൾ ആപ്പ് സ്റ്റോർ, അതിലോട്ട് എന്തെങ്കിലും ഇടുകയാണെങ്കിൽ കമ്മീഷൻ കൂടുതലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. PC വഴി എടുക്കുന്ന ട്വിറ്ററിന്റെ സബ്സ്ക്രിപ്ഷൻ ഇല്ലേ, മറ്റേ ടിക്കൊക്കെ കിട്ടണം, അതും ആൻഡ്രോയിഡിലും ഈ പറയുന്ന ആപ്പിളിലും 3 വിലയാണ്. 3 വിലയാണ്. PC-യുടെ വഴി നമുക്ക് കിട്ടണത് കുറവാണ്. അതൊക്കെയാണ് കമ്മീഷൻ കുറവാണ്. ഇവന്മാർ ഭയങ്കര കമ്മീഷൻ അടിക്കും. അതൊക്കെയാണ് ഈ മറ്റേ ഇവന്മാർ കലിപ്പായിട്ടിരിക്കുന്നത്. അതായത് മറ്റേ അമേരിക്കയും യൂറോപ്പൊക്കെ കലിപ്പായിട്ടിരിക്കുന്നതിന്റെ മെയിൻ റീസൺ നമ്മൾ ഇതിൽ നിന്ന് മാറിപ്പോണല്ലേ. അപ്പൊ അതാണ്. അപ്പൊ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗെയ്സ്, ഞാനിങ്ങനെ നമ്മൾ എന്തായാലും സിനിമ കാണുന്ന പോലെയൊക്കെ ആവല്ലെന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. എന്തരാവോ എന്തോ, കണ്ടറിയാം. അപ്പൊ അങ്ങനെ. അപ്പൊ സിനിമയും AI. ഇപ്പൊ തന്നെ നമ്മുടെ കൽക്കി എന്ന് പറഞ്ഞ പടത്തിലും ഒരുപാട് AI പരിപാടികൾ. നമ്മളെ ബുജ്ജി നിങ്ങൾ കണ്ടു കാണും, കാറിന്റെ അതിരിക്കുന്ന മറ്റേ AI പരിപാടി. അതുപോലെയൊക്കെ ഇനി വരുവടേ ഈ അസിസ്റ്റൻസ്. എന്തായാലും അത് ദാറ്റ്സ് ഡെഫിനറ്റ്ലി അത് വരും. പിന്നെ മറ്റേ ഹോളോഗ്രാഫിക് വീഡിയോ കോൺഫറൻസിങ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതായത് ഒരു മനുഷ്യൻ മൊത്തത്തിൽ ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെയൊക്കെ നടന്നൊക്കെ സംസാരിക്കും. അങ്ങനെയൊക്കെ വരുമെന്നൊക്കെയാണ് പറയണത്. പല ക്യാമറകൾ നമ്മളുടെ ഫുൾ വീട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് പ്രൊജക്റ്റ് ചെയ്യും. ലേസർ പ്രൊജക്ഷൻ വന്നിട്ട് ഒരു വ്യക്തി ഇങ്ങനെ നമ്മളുടെ ഇതിൽ വന്ന് നിന്ന് സംസാരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ദാറ്റ് ഇസ് ദീസ് ആർ ഇൻ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന അഡ്വാൻസ്മെന്റ് ആണ് ഇതൊക്കെ. ഇതിലൊക്കെയാണ് ആൾക്കാർ ഇപ്പോഴും R&D വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ലേസർ ഇത് വെച്ചിട്ട് മറ്റേ ഒരാളെ ക്രിയേറ്റ് ചെയ്യുക. നമ്മളെ ഈ പടത്തിലുണ്ടേ അയൺമാൻ, ഏതായിരുന്നത്, സിവിൽ വാർ. അതിൽ മറ്റേ അയൺമാൻ ഒരു ഫുൾ സീൻ ക്രിയേറ്റ് ചെയ്യില്ലേ, ഒരു അയാളുടെ പഴയ കാലത്തുള്ള അതുമായിട്ടൊക്കെ സംസാരിക്കും. അതുപോലെയൊക്കെ പല മെമ്മറീസ് ഒക്കെ ക്യാപ്പ് ചെയ്തിട്ട് നമുക്ക് അതിനെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ, ഒരുപാട് സാധനങ്ങൾ ഇപ്പോഴും അണ്ടർ വർക്കിലാണ്. ചിലരൊക്കെ പറയും ചില ഈ അഡ്വാൻസ്മെന്റ് ഇൻ വെപ്പണറി, അതൊക്കെ പല സാധനങ്ങളും പണ്ടേ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞേക്കാം. ചിലവരൊക്കെ ചിലപ്പോൾ തള്ളണായിരിക്കും കേട്ടാ. ഈ ജർമ്മൻ ആൾക്കാരെ കയ്യിൽ മറ്റേ ടച്ച് പാഡൊക്കെ ഉണ്ടായിരുന്നൊക്കെ ഇതൊരു എനിക്കറിയണ്ട, കേട്ട കാര്യം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ചിലപ്പോൾ കേട്ടിട്ടുള്ളതാണ്. ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ദി അഡ്വാൻസ്മെന്റ് ഇൻ ദ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇസ് എൻഡ്ലെസ് ഗൈസ്. ഇനി അങ്ങോട്ട് വേറെ ലെവൽ സാധനങ്ങൾ നമ്മളിങ്ങനെ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം കമ്പ്യൂട്ടർ തന്നെ നമ്മൾ കണ്ടില്ലേ, ഇപ്പം ലാപ്ടോപ്പുകളിൽ ഇനി തൊട്ട് ഈ പറയുന്ന സാധനത്തിലോട്ട് മാറുകയാണ്. പണ്ട് X86 എന്ന് പറഞ്ഞ ആർക്കിടെക്ചറിലുണ്ടായിരുന്നൊക്കെ മാറ്റി ഇപ്പം ഈ സെയിം ആപ്പിൾ യൂസ് ചെയ്യുന്ന M1 M2 ചിപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന ARM എന്നാണ് പറയുന്നത്. ARM ആർക്കിടെക്ചർ അതിലോട്ട് മാറാൻ പോവുകയാണ് എല്ലാം. ഇപ്പൊ സ്നാപ് ഡ്രാഗൺ എലൈറ്റ് എന്നൊക്കെ പറഞ്ഞ സാധനം വരുന്നുണ്ട്. അതെന്ന് പറയുന്നത് മോർ പവർ ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ലെസ് പവർ കൺസപ്ഷൻ, എഫിഷ്യൻസി കൂട്ടിയിട്ട് ഉള്ള പരിപാടിയാണ് അതൊക്കെ. അതായത് നിങ്ങൾ എന്താണെങ്കിലും കോണ്ടന്റ് ക്രിയേഷൻ, അതായത് വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ എഡിറ്റിംഗ് തുടങ്ങിയ സാധനങ്ങൾ സിമ്പിളായിട്ട് ചെയ്യണം. അത് പറ്റും ആ ലാപ്ടോപ്പിൽ. നിങ്ങൾക്ക് അത്യാവശ്യം ഗെയിമിങ് അത് കുഴപ്പമില്ലാതെ നോക്കും. പിന്നെ ഉള്ള ബാക്കിയുള്ള എല്ലാ ഈ പറയുന്ന വിൻഡോസ് ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്ത് പരിപാടി നടത്താം. ഒരു കുഴപ്പമില്ല, നടക്കും.
ഇതൊക്കെയാണ് ഇപ്പൊ ബേസിക് ആയിട്ട് ഒരു മനുഷ്യന് വേണ്ടത്. നമ്മൾ മറ്റേ ഹൈ പെർഫോമൻസും ഇതിലോട്ടൊക്കെ പോകുമ്പോഴാണ് പഴയ കാലത്തുള്ള മറ്റേ ഗ്രാഫിക്സ് കാർഡുകളും മറ്റതും മറിച്ചൊക്കെ വരാൻ പോണത്. അപ്പം അതൊക്കെ ഞാൻ അതാണ് പറഞ്ഞത്, ഇനി ഈ എല്ലാം വളരെ മിനിമൽ ആൻഡ് സ്ലിം ആക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലോട്ടാണ് പോണത്. അപ്പൊ തന്നെ ഐപാഡിനെ സ്ലിം ആക്കി, ഇനി അവന്മാർ മാക്ബുക്കിനെ സ്ലിം ആക്കും, ഇനി അവന്മാർ ഐഫോണിനെ സ്ലിം ആക്കും, ഇനി അങ്ങോട്ട് എല്ലാം സ്ലിം ആക്കിയിട്ട് അതിലോട്ട് ആണ് അവന്മാരെ കോൺസെൻട്രേഷൻ പോകാൻ പോകുന്നത്. മാക്സിമം ഇത് കുറയ്ക്കുക, മിലിപ്പിച്ചിട്ട് കാര്യങ്ങളിലോട്ട് എഫിഷ്യൻസി കൂട്ടണം. മനസ്സിലായില്ലേ? മറ്റത് ഗ്രാഫിക് ഓറിയന്റഡ് വർക്ക് ആകുമ്പം, അതായത് നമ്മൾ മറ്റേ ഗെയിം ഡെവലപ്പർ, VFX തുടങ്ങിയ സാധനങ്ങൾക്ക് ജമിട്ട് സാധനം തന്നെ വേണം. ചിലപ്പം ഇൻ ഫ്യൂച്ചർ അതും മാറും. എന്ത് സംഭവിക്കും? ഈ പറയുന്ന ഇതാണ്ട് കണ്ടില്ലേ, ഒരു വലിയ 1 ഇഞ്ച് സെൻസറിനെ നമുക്ക് ദാണ്ട ഫോൺ രൂപത്തിലോട്ട് ആക്കി. ഇപ്പോഴും ഇത്തിരി തടിയും ബഹളമൊക്കെ ഉണ്ട്, എന്നാലും ഇതാണ് ഇതിന്റെ ഇതിനെ കുറച്ച് ഇതിനെയും സ്ലിം ആക്കി അവർ ഇറക്കും. സോ മാക്സിമം ഫോട്ടോഗ്രാഫി, അതായത് ഫോട്ടോഗ്രാഫിയിലുള്ള രീതിയിലും അവര് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ അങ്ങോട്ടെല്ലാം ചെറുതാക്കുക, സ്ലിം ആക്കുക, ദെൻ ഗിവ് ദ മാക്സിമം പൊട്ടൻഷ്യൽ. അപ്പൊ അതാണ് ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചർ ഗൈസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ സ്ട്രിക്ട്ലി എൻ്റെ ഇതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പറയുന്നത് എഗ്രി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം താഴെ പറയാം. ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ദർ. ബിക്കോസ് നമ്മൾ ആരും എല്ലാം തികഞ്ഞവനാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഞാൻ അത്ര വലിയ എല്ലാ കാര്യങ്ങളെയും പറ്റി അറിയാവുന്ന ഒരു വലിയ ടെക്കിയാണെന്ന് ഞാൻ ഒരിക്കലും പറയൂല. ഞാൻ അല്ലടേ, ഞാൻ ഇന്നും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വായിച്ചാണ് ഞാനും കാര്യങ്ങളൊക്കെ അറിയുന്നത്. അങ്ങനെ അറിയാൻ ആഗ്രഹമുണ്ട്, അങ്ങനെ അറിയുന്നു, ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ വേറെ എവിടെന്നെങ്കിലും വായിച്ചിട്ടുള്ളത് നിങ്ങൾ പറയാം ഇത് കോൺഫ്ലിക്റ്റിംഗ് ആണല്ലോ ബ്രോ എന്ന് പറഞ്ഞിട്ട് വരാം. ദാറ്റ്സ് അപ് ടു യു. സോ അതൊക്കെയാണ് ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് ഗൈസ്. ഇതിനെപ്പറ്റി ഇനിയും പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. എൻ്റെ അമ്മോ, ലൈവ് ട്രാൻസ്ലേഷൻ ഇനി വരും. അതായത് ഒരാൾ സംസാരിക്കുന്നത്, അയാൾ ഇങ്ങനെ സംസാരിക്കുന്നതിനെ ഡീകോഡ് ചെയ്ത് നമ്മുടെ സ്പീക്കർ നമുക്കറിയാവുന്ന ലാംഗ്വേജിലോട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്ന സാധനങ്ങൾ വരാം. അതൊക്കെ ഈ വിത്ത് വെരി നിയർ ബൈ അതൊക്കെ വരും. നമ്മൾ അത് അവിടെ ജപ്പാനിലൊക്കെ ഉണ്ട് ഒരു മെഷീൻ ഉണ്ട്, പല സ്ഥലങ്ങളിലും മേടിക്കാൻ കിട്ടും. നമ്മൾ പറയുന്ന ലാംഗ്വേജിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും, ഏത് ലാംഗ്വേജിലോട്ടാണ്. അതിനെ മാറ്റിയിട്ട് വാട്ട് എവർ യു ആർ സെയിങ്, നമ്മൾ ലൈവായിട്ട് ഇങ്ങനെ മലയാളത്തിൽ സംസാരിക്കുന്നത് ഇംഗ്ലീഷിലോട്ട് നമുക്ക് കേൾക്കുന്ന രീതിയിൽ വരെ സാധനങ്ങൾ വരാൻ സാധ്യത. ചിലവരൊക്കെ ഇത് ബ്രെയിൻ്റെ അകത്ത് ചിപ്പ് വയ്ക്കാൻ പോകണമെന്നൊക്കെ പറയണം. എൻ്റെ പൊന്നണ്ണ എന്തിനാണോ എന്തോ. വേറൊരു സാധനം ഉണ്ടടേ, അൾട്രാമാൻ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി ഉണ്ട് കേട്ടോ. അവര് ഒരു സാധനം ഉണ്ട്, ഒരു പാഡാണ്, ഒറ്റ പ്രാവശ്യം അത് കുത്തി വെക്കാൻ പറ്റുള്ളൂ. ആ സാധനം എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ കുത്തി ഒരു ചെറിയൊരു പെയിൻ വിത്ത് ആ സാധനം ഇങ്ങനെ കുത്തി വെച്ചിട്ട് നമുക്കിങ്ങനെ ഫുൾ ഡേ കഴിക്കുക, നമ്മുടെ ഫുഡ് കഴിക്കുക, നമ്മൾ ജിമ്മിൽ പോവുക ഒക്കെ ചെയ്തു വരുമ്പം പക്കയായിട്ടുള്ള നമ്മളുടെ സകല ഡീറ്റെയിൽസും നമുക്ക് നമ്മുടെ ആപ്പിൽ കിട്ടും, അൾട്രാമാൻ്റെ ആപ്പിൽ കിട്ടും. അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ. അത് ഇപ്പോഴും വിപണിയിൽ വാങ്ങിക്കാൻ കിട്ടും. ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ സകല സാധനങ്ങൾ, നമ്മൾ എന്ത് കഴിക്കുന്നു, നമ്മുടെ ഷുഗർ സ്പൈക്കിങ് എല്ലാം കുന്തവും, നമ്മുടെ ഹാർട്ട് റേറ്റ്, നമ്മളുടെ അതിൻ്റെ വേരിയേഷൻസ്, എല്ലാ കോപ്പും നമുക്ക് അവിടെ കിട്ടും. അങ്ങനെയൊക്കെയുള്ള പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ, അൾട്രാമാൻ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം. അപ്പോൾ there are lot of things which is awaiting for us, ladies and gentlemen. നമ്മൾ അത് എപ്പോഴും ഒന്ന് ആലോചിക്കുക. ഈ AI എന്ന് പറയുന്ന സാധനത്തിനെ പറ്റി മാക്സിമം ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യാൻ ശ്രമിക്കുക. ബിക്കോസ് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു ചേട്ടാ എന്ന് പറയരുത്, അങ്ങനെ പറയരുത്. ബിക്കോസ് ഇനി അങ്ങോട്ട് ദിസ് ഈസ് വെരി നോർമൽ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെന്റ് അല്ല, അതുകൊണ്ട് ഞാൻ എന്തിനും അതിനെപ്പറ്റി അറിയണം? നോ, ഡോണ്ട് ഡു ദാറ്റ് മിസ്റ്റേക്ക്. നമ്മൾ എല്ലാ സാധനത്തിനെ പറ്റിയും നമ്മൾ അറിവ് ശേഖരിക്കാൻ നോക്കുക. നമ്മുടെ ഇതനുസരിച്ച് ആരെങ്കിലും എന്തെങ്കിലും AI പറ്റി പറയാനൊക്കെ ആണെങ്കിലും അത് കേൾക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് എടുക്കാനും നിങ്ങൾ നോക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾ മറ്റേ തന്നെ മോന്ത മാറ്റണമെന്നോ അല്ലെങ്കിൽ സ്വന്തം വോയിസിനെ മാറ്റം അങ്ങനെയൊന്നും അല്ല. അതൊക്കെ ചുമ്മാ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് എടുക്കണ AI പരിപാടിയുടെ. പക്ഷേ ഇതിനുള്ള ഒരു വലിയ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്.
അത് നാളെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ജോലി പോകാൻ വരാൻ സാധ്യതയുണ്ട്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതായത് ചില ഇനി തൊട്ട് എഡിറ്റേഴ്സിൻ്റെ അടുത്ത് ചോദിക്കും, നിങ്ങൾക്ക് AI വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ, ട്രാൻസിഷനൊക്കെ അറിയോ, AI ട്രാൻസിഷനൊക്കെ വെച്ച് ചെയ്യാൻ അറിയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അറിയാം എന്ന് പറയാൻ അറിയുന്നിരിക്കണം. ബിക്കോസ് ഇനി അങ്ങോട്ട് ഇത് നമ്മുടെ കൂടെ ഉണ്ട്, ഇതിന് പോവില്ല, ഇത് തീവ്രമാവത്തേ ഉള്ളൂ. ഞാൻ പറയില്ല, എനിക്ക് ചില സ്ഥലത്ത് ഞാൻ പറയും, നമ്മളെ ഹ്യൂമൻ ടച്ച് തന്നെ, അതിനെ മാറ്റാനൊന്നും പറ്റില്ല. ഇപ്പൊ പെയിന്റ് അടിക്കുക എന്ന് പറയുന്ന സാധനം, ഡിജിറ്റൽ പെയിന്റിങ്ങും മറ്റതും രണ്ടാണ് അവിടെ. അതിലൊന്നും ഇനി എത്രയൊക്കെ വന്നാലും ഒരു സ്ട്രോക്ക്, നിങ്ങൾ മറ്റേ വാൻഗോരെ പെയിന്റിങ് ഒക്കെ കാണണം, പുള്ളിയുടെ സ്ട്രോക്ക് ഉണ്ട് സ്റ്റാറി നൈറ്റ്സിൽ പുള്ളി കൊടുത്തേക്കുന്നത്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അത് കാണാൻ. അതൊരു മനുഷ്യന്റെ ഫിംഗറും അതും വെച്ചിട്ടേ അത് വരുള്ളൂ. ചില സാധനങ്ങൾക്കൊക്കെ അത് വരും. ഇപ്പം നാളെ കാലത്ത് ഇങ്ങനത്തെ ഒരു സാധനത്തിന് ഒരാൾക്ക് മാറ്റാം. അതായത് കോൾമി ഷസാമിന്റെ ഒരു പോഡ്കാസ്റ്റ്, അയാളെ സൗണ്ട്, അയാളെ മാനേഴ്സ് ഒക്കെ വെച്ചിട്ട് ഒരു സാധനം ചെയ്യടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിപ്ലിക്കേറ്റ് ചെയ്യും. അതിലൊന്നും ചെയ്യാൻ പറ്റൂല. പക്ഷെ ഞാൻ ചെയ്യണം മറ്റേ സാധനമില്ലേ, എന്തെങ്കിലും സ്കിറ്റ് പരമായിട്ടുള്ള സാധനങ്ങളും എൻ്റെ മുഖത്ത് വരുന്ന ചില മൈക്രോ എക്സ്പ്രഷൻസ് ഒക്കെ, അത് പാടായിരിക്കും, റീക്രിയേറ്റ് ചെയ്യാൻ പാടായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ പാടാൻ. പക്ഷെ ചിലപ്പോൾ അതിന് വലിയ സാധനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സോ എനിത്തിങ്, ഇതൊരു ചെറിയ രീതിയിൽ ഒരു പ്രശ്നമാണ്. ഒരു ക്രിയേറ്റീവ് ഫീൽഡിലൊക്കെ നിൽക്കുന്ന, ഇപ്പൊ തന്നെ എന്താണ്ട് ഡിസ്നിയിലുള്ള ആൾക്കാർ, അമേരിക്കയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവരെ പെർമിഷൻ ഇല്ലാതെ അവരെവിടെയോ അഭിനയിച്ച സാധനത്തിനെ AI വെച്ച് ഇവർ ജനറേറ്റ് ചെയ്തു. അവർക്ക് അതിന് കാശ് കിട്ടിയില്ല, അവർക്ക് കാശ് കൊടുത്തില്ല. അവര് വേറൊരു പടത്തിൽ ചെയ്തതിന് ഇതിനെ അങ്ങോട്ട് ക്രൗഡിലോട്ട് അതിനെ ആഡ് ചെയ്ത്. അതൊക്കെ ഒരു സത്യം പറഞ്ഞാൽ അതൊരു മര്യാദ ഇല്ലായ്മയാണ്. അതൊക്കെ ചിലവരൊക്കെ അതിന് വലിയ കാര്യമായിട്ടൊക്കെ പറയുന്നുണ്ട്. അല്ല, അതൊരു ഒരിക്കലും അല്ല. അത് അവരെ പെർമിഷൻ, എന്നാൽ അവർക്ക് അതിനുള്ള പൈസ കൊടുക്കണം. നമ്മൾ നിങ്ങളുടെ ക്ലിപ്പ് ഇന്ന പടത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊടുക്കണം. അതൊക്കെയാണ് അവർ ചോദിച്ച കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പൊ അതാണ് ചില സ്ഥലത്ത് ഇതൊരു അത്ര വലിയ വില്ലനാണത്. ചില ആൾക്കാരുടെ ജോലിക്ക് ഇതൊരു വില്ലനാണ്. അപ്പം ആ വില്ലൻ ആവണതിന് മുന്നേ ഈ സാധനത്തിനെ പറ്റി ഒന്ന് പഠിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, ഇവനെ പറ്റി എനിക്കറിയാം കേട്ടോ, എനിക്കറിയാം നല്ല രീതിയിൽ ഇതിനെ എങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നറിയാം, എന്തൊക്കെ കീവേഡ്സ് അടിക്കണമെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇതൊരു ചെറിയ ആൾക്കാർക്ക്, ഇത് കമ്പ്യൂട്ടർ പഠിക്കുന്നവർക്ക് മാത്രം ഇതിനെപ്പറ്റി അറിഞ്ഞാൽ മതി എന്ന് ചിന്തിക്കരുത്. ഞാൻ പറയും, ഇതേ ചിന്തയാണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റും എക്സലും മറ്റേ എന്തെങ്കിലും വേർഡൊക്കെ ഇറങ്ങിയപ്പോലെ കമ്പ്യൂട്ടർ പഠിക്കുന്നവർക്ക് അത് അറിഞ്ഞാൽ മതി. ഇപ്പൊ എല്ലാവരും വന്നിട്ട്, ഇതെങ്ങനെയാണ് ഇത് ചെയ്യണത്, ഇങ്ങനെ ഒന്ന് തപ്പി തടയൊക്കെ ചെയ്യും. ഇന്റർനെറ്റ് ഇരിക്കുന്നവർക്ക് അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പം ചിലവരൊക്കെ പറയും, എനിക്ക് ഒരു സാധനം അപ്ലോഡ് ചെയ്യാൻ അറിയില്ല, ഇപ്പൊ എല്ലാം റീൽസിലാണല്ലോ, ഇപ്പൊ എല്ലാം ഇൻസ്റ്റാഗ്രാം ആണല്ലോ, എനിക്കിതെന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട്. ഇതൊരു എക്സ്ക്യൂസ് അല്ലടേ. നിങ്ങളൊരുമാതിരി ഞാൻ ചെയ്യണ ജോലി കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് അത് നടക്കൂല. പ്രായമായി എന്ന് പറയുന്നത് ഒരു റീസൺ അല്ല, ഡെഫിനറ്റ്ലി നോട്ട്. എനിക്ക് പ്രായമായി, എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ എന്ന് പറയണല്ല. അന്ന് തൊട്ടേ, ഇത് വന്ന സമയം തൊട്ടേ നിങ്ങൾ ഇതിനെ ഒന്ന് ചെറുതായിട്ട് യൂസ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ പിക്കപ്പ് ചെയ്യായിരുന്നു. സോ പ്ലീസ് ഡോണ്ട് മേക്ക് എനി എക്സ്ക്യൂസസ്. അതിലല്ല കാര്യം. ഈ ചില നിയമം പറയണ പോലെയാണ്, എനിക്ക് ഈ നിയമം അറിഞ്ഞുകൂടായിരുന്നു, അവർ പറയും നമ്മൾക്ക് അറിഞ്ഞുകൂടാ, അത് അങ്ങനെയൊന്നും ഇല്ല, അത് അവിടെ ഉണ്ടായിരുന്നു, നിങ്ങൾ നോക്കേണ്ടായിരുന്നു, കണ്ണ് തുറന്ന് നോക്കി വായിക്കേണ്ട സാധനമായിരുന്നു. ഇറ്റ്സ് നോട്ട്. അവർ പറയും ജസ്റ്റിസിനെ എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ല എന്ന് പറയുന്ന ഒരു എക്സ്ക്യൂസേ അല്ല. ഒരുത്തനെ പറ്റിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കോൺസിക്വൻസസ് ഉണ്ടാവുമെന്ന്, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ, ഇത് തെറ്റാണെന്ന് പറയും. നമുക്ക് അപ്പുറം പ്രശ്നമല്ല, നിങ്ങൾ വായിച്ച് പഠിക്കേണ്ട സാധനമായിരുന്നു, അൺകമ്പൽസറി ആയിട്ട് പഠിക്കേണ്ട സാധനമാണെന്ന് പറയും. എല്ലാവർക്കും നിയമം പഠിക്കണം, ലോ എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു സാധനമാണ്. ആര് പറഞ്ഞിട്ടുണ്ട്? എവിടെ? നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലേ. നമ്മുടെ ഈ പ്രശ്നം എല്ലായിടത്തും ഉണ്ടേ. നമുക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് വരുമ്പോഴേ ഇത് പ്രശ്നമാകത്തുള്ളൂ. അതുവരെ ഇത് നമ്മുടെ വിഷയമല്ല എന്ന് നമ്മൾ പറയും. നമ്മൾ അങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യുന്ന മനുഷ്യരാണ്. എന്തൊരു പ്രൊട്ടസ്റ്റും എന്തൊരു കാര്യവും നമ്മൾ പറയും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. എവിടെയാ നടക്കണ സാധനം? വാവുമില്ല, ഏതോ സ്റ്റാറ്റിൽ നടക്കണത്. നമ്മളാ സ്റ്റാറ്റിൽ അത് വരുമ്പോഴാണ് നമ്മൾ എൻ്റെ അമ്മേ ഇത് പ്രശ്നം, ഈ പ്രശ്നമായിരുന്നല്ലേ അന്ന് അവിടെ ഉണ്ടായിരുന്നെന്ന് നമ്മൾ ചിന്തിക്കും. അതാണ് പറഞ്ഞത്. ഏത് പ്രശ്നവും
ഞാൻ പറഞ്ഞു നമ്മൾ അങ്ങനെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ നടക്കുക. പക്ഷെ പറഞ്ഞു എല്ലാ കാര്യം എടുത്ത് ഇടണമെന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷെ നമുക്ക് റെലവെന്റ് ആയിട്ട് തോന്നുന്ന സാധനത്തിന് നമ്മൾ വി ഹാവ് ടു റേസ് അവർ വോയിസ്, അല്ലാതെ നിഗ്ലക്ട് ചെയ്യാം. അതേപോലെയാണ് ഇതും. വന്ന് പഠിക്കുന്നവർ പഠിച്ചിട്ട് ഇപ്പൊ തന്നെ ഈ ഒരു പോഡ്കാസ്റ്റ് ആൾക്കാർ കുറവായിരിക്കും. എന്തെന്നറിയോ, നെ പറ്റി എന്തിനാ പറയണ്ടേ, അവൻ എന്തിനു പറയണം, നമ്മൾ എന്തിനു കേൾക്കാൻ, ഇതൊക്കെ നമുക്ക് ബാധിക്കാം. നമ്മുടെ ജോലി എന്ന് പറയുന്നത് ഇന്ന ജോലിയാണ്, നമുക്ക് അത് ടൈപ്പ് ചെയ്താൽ മാത്രം മതി. നാളെ ഈ സാധനം വരും, അപ്പൊ ഇരുന്ന് അയ്യോ മറ്റേ അവന്റെ പോഡ്കാസ്റ്റ് പണ്ട് എന്നോ ഇറങ്ങിയില്ലായിരുന്നു, അതൊന്ന് കേട്ടു നോക്കാം കേട്ടാ എന്ന് പറഞ്ഞു പോകും. അതാണ് പറഞ്ഞത്, എല്ലാ സാധനവും ആദ്യം വരുമ്പോൾ നമ്മൾ അതിനെ പുച്ഛിക്കും. അയ്യോ ഇത് അവർക്ക് വേണ്ടിയിട്ടുള്ളത്, ഇത് ഒരു ചെറിയ സെഗ്മെന്റ് ഓഫ് ആൾക്കാർ അല്ല. കമ്പ്യൂട്ടർ ഇപ്പൊ ഒരു ചെറിയ സെഗ്മെന്റ് ഓഫ് ആൾക്കാരെയാണോ? നിങ്ങൾ ഈ കൊണ്ടു നടക്കുന്ന സാധനം ഒരു കമ്പ്യൂട്ടറാണ്, ഈ ഫോൺ എന്ന് പറഞ്ഞ സാധനം. ഇത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു മെക്കാനിസം ഉണ്ട്. എല്ലാവരും പറയും എനിക്ക് മറ്റേ കീപാഡ് ഫോണാണ് ഇഷ്ടം. ഇഷ്ടമല്ല, നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ല ഇതെങ്ങനെയാ അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ളതെന്ന്. ഇഷ്ടത്തിന്റെ അല്ല അത്. അതാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ വി ഹാവ് ടു ബി അപ്ഡേറ്റഡ്. ഇറ്റ്സ് എ നെസസിറ്റി. ഈ കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ അടുത്തുമാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മസ്റ്റായിട്ടും പുതിയൊരു സാധനം ഇറങ്ങുമ്പോൾ അതെന്താണ്, അതെങ്ങനെയാണ്, അതിൻ്റെ പ്രയോജനം എന്താണ്, അതിൻ്റെ ഗുണം എന്താണ്, അത് പഠിച്ച് കണ്ടിരിക്കണം. നാളൊരു കാലത്ത് അത് യൂസ് ചെയ്യേണ്ട അവസ്ഥ വരുമ്പം അയ്യോ എനിക്കിത് അറിഞ്ഞുകൂടായിരുന്നു കേട്ടാ എന്ന് പറഞ്ഞു തരുമാതിരി ആ ഒരു ഓപ്പർച്യൂണിറ്റിയെ കളയരുത്. ഞാൻ പറയുന്ന ഇന്ന് നമുക്കൊക്കെ ഫോൺ, നമ്മളൊക്കെ അത് ഇങ്ങനെ അഡാപ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഇപ്പൊ റീൽ ഇടാൻ. ചിലവരൊക്കെ പറയണ എനിക്ക് കഴിവുണ്ട് പക്ഷെ എനിക്ക് റീൽ ഇടാൻ പറ്റുന്നില്ല, എനിക്ക് അറിഞ്ഞുകൂടാ അത് എങ്ങനെ ചെയ്യാനുള്ളത്. അപ്പം നമ്മൾ വേറൊരാളെ ഹയർ ചെയ്യും ആ ഒരു സാധനം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. നമ്മൾ വേറൊരാളെ വെച്ചേക്കും, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ അറിഞ്ഞൂടാ. ഞാൻ ആ ഒരു കാര്യത്തിലാണ് മമ്മൂക്കായെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യണം. പുള്ളി ഉണ്ടല്ലോ, പുള്ളി എന്തിറങ്ങുന്നു അത് പുള്ളിക്ക് അറിയണം. ആ ഒരു ആർത്തി ഉണ്ടല്ലോ, പുള്ളിക്കാരുടെ അഭിനയത്തിലും ആർത്തിയാണ്, ടെക്നോളജിയുടെ കാര്യത്തിലും ആർത്തിയാണ്. പുതിയ ടെക് ഇറങ്ങി, പുതിയ അത് എന്തോ ആയിക്കോട്ടെ, കാറിലാണെങ്കിൽ എന്തിനാണ് പുള്ളിക്ക് അതിനെ പറ്റി അറിയണം. പുള്ളിക്ക് ടെസ്ല വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് ഇവിടെ വന്ന് എനിക്ക് ഉറപ്പാണ് പുള്ളി വന്ന് കണ്ടു കാണും ഈ ടെസ്ല എങ്ങനെയാണ്, ടെസ്ലയുടെ കാര്യങ്ങൾ എങ്ങനെയാണ്, ആ ഓട്ടോമാറ്റിക് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന സാധനം. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. നാളെ ഒരു കാര്യം നമുക്ക് അത് ചെയ്യണമെന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി ഒരു വന്നു കഴിഞ്ഞാൽ നമ്മളത് അയ്യോ എന്താണെന്ന് നമ്മൾ തോന്നരുത്. ആ മനുഷ്യൻ അതുപോലെ ആവണോടെ, എവ്രിതിങ് അപ്ഡേറ്റഡ് ആയിരിക്കണം. എനിക്കിതറിയില്ല, എനിക്ക് ഇത് അറിയേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഞാൻ ഇനി എന്ത് ചെയ്യാനാണ് എന്ന് പറയരുത്. അപ്പോൾ തന്നെ കൊറോണ വന്ന സമയത്താണ് മിക്ക ആൾക്കാരും ഫോണ് ഒന്ന് എടുത്ത് നോക്കിയത്, ഇല്ലേ? അപ്പോൾ അതാണ് പറഞ്ഞത്. അന്ന് ഒരുപാട് എന്നെ പോലെയുള്ള കുറേ എണ്ണം പച്ച പിടിച്ച് പോയടെ. അങ്ങനെ ഒരു അവസ്ഥ വന്നില്ലായിരുന്നു സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വന്നേനെ, പക്ഷെ ഗ്രാജുവലിയേ വരത്തുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്ന് എല്ലാം ഇരുന്നപ്പോഴാണ് ഇവിടെ എന്റർടൈൻമെന്റ് ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പൊ അതാണ് പറഞ്ഞത്, എവ്രി ഓപ്പർച്യൂണിറ്റി നമ്മൾ കളഞ്ഞു വിളിക്കരുത്. ഇപ്പൊ AI എന്ന് പറയുന്ന സാധനം ഒരു ChatGPT മാത്രമല്ല. there is a huge lots and lots of tools. ആ ടൂൾസ് നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാക്കുന്ന സാധനമാണോ എന്ന് അറിഞ്ഞ് അതിനെപ്പറ്റി അറിവ് നേടി നിങ്ങൾ ഓരോന്ന് പഠിക്കണം. പഠിച്ചേ പറ്റുള്ളൂ. നിങ്ങൾ വേർഡ് പഠിച്ച് എക്സൽ പഠിച്ച്. ഞാൻ ഏറ്റവും കൂടുതൽ ജോലിക്ക് പണ്ട്, ഇപ്പൊ എനിക്കവിടെ എല്ലാം ചോദിക്കണേ മൈക്രോസോഫ്റ്റ് വേർഡും എക്സലൊക്കെ നന്നായിട്ട് അറിയും. നമ്മൾ സ്കൂളിൽ പഠിച്ച മറ്റേ ഓർമ്മയിൽ ഇങ്ങനെ എക്സൽ പോകും. എന്നിട്ട് ഇവരൊരു സാധനം എടുത്തിട്ട് തരും, ഇതൊന്ന് ചെയ്ത് കാണിച്ചെന്നാണ് ചോദിക്കുമ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് ബബ്ബ് അടിക്കും. അങ്ങനെ ജോലി പോകും. അതൊക്കെയാണ്. നമ്മൾ ഒരു അഡ്മിനിസ്ട്രേഷൻ ജോലിക്ക് പോവുകയാണെങ്കിൽ നമ്മളൊരു സാധനം എന്താണ് അത് അറിഞ്ഞിരിക്കണം. കോഡിങ്ങിന് പോവുകയാണെങ്കിൽ കോഡിങ് പക്കയായിട്ട് അറിഞ്ഞിരിക്കണം. അങ്ങനെ ഓരോരോ കാര്യം. ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വെറുതെ മറ്റേ ഒരു ചാനൽ എടുക്കുക, നമ്മൾക്ക് റീൽ ആണെങ്കിൽ ഒരു 100 വീഡിയോ ഇടാം, അങ്ങനെ അല്ല. ഏതോ ഒരുത്തന്റെ ഒരുത്തനാണ്, ഇവിടെ ദുബായിലുള്ള ഒരുത്തനാണ്, അവന്റെ ഇതാണ്. അവൻ പറയണം ഒരു വർഷം എത്രയോ റീൽ ഇടണമെന്ന്. അങ്ങനെയൊന്നും അല്ലടേ ഈ കാര്യങ്ങൾ നടക്കണ. നമ്മൾ അതിനെപ്പറ്റി കറക്റ്റ് അറിഞ്ഞിട്ട് അതിനൊരു അപ്ലോഡ് ചെയ്യാനുള്ള സാധനം, അവൻ്റെ ഒരു അതിനൊരു ക്രിയേറ്റിവിറ്റി, അതൊക്കെയാണ് നോക്കണത്. ക്രിയേറ്റീവ് ആയിരിക്കണം, വെറുതെ പ്രൊമോഷൻ ചെയ്തിട്ട് കാര്യമില്ല. യു ഹാവ് ടു, നമ്മൾ എന്ത് പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്നു അത് പക്കയായിട്ട് പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ പ്ലീസ് ബി അപ്ഡേറ്റഡ് റിഗാർഡിങ് ഓൾ ദിസ് ഗൈസ്.
അല്ലാതെ ചുമ്മാ പാട്ട് ബില്ലെന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത് എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. ദിസ് ഈസ് വാട്ട് ഇത് കുറച്ച് തിങ്സ് അബൌട്ട് AI ഗൈസ്. അടുത്ത ഒരു വിഷയമായി ഞാൻ വരുന്നതായിരിക്കും. അതുവരും അതെ കാണും വരയ്ക്കും ബൈ ഗൈസ് എന്ന് പറഞ്ഞുകൊണ്ട് നോക്കാൻ പോകുന്നു.